சொல்லிட்டே இருங்க. ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. அருமையான மனமகிழ்ச்சியான மாசற்ற மங்களகரமான ஒரு மாலை வேலை கர்த்தர் எனக்கும் கொடுத்ததுக்காக கர்த்தருக்கு நன்றி சொல்கிறேன். ஆமென். இங்கே கர்த்தர் ஊழியம் செய்கிற அருமை போதகர் ஜான் மார்ட்டின் அவர்கள், எங்களுக்கு 2 அம்மான்னு நான் சொல்ல மாட்டேன், ஒரு அம்மா. ஐ லவ் யூ ஃபர்ஸ்ட். உட்காரும்போது எனக்கு அப்படியே அழுக வந்துச்சு. அழுதுகிட்டே இருந்தேன் நான் ரொம்ப நேரமாக. எப்படி பிறந்தோம், எப்படி வாழ்ந்தோம், நம்ம அம்மா அப்பார்கள் நம்மளை எப்படி வளர்த்தார்கள், இப்போ எங்கே வந்திருக்கிறோம். இவங்களுக்கெல்லாம் தெரியாதா இருக்கான், ஆனால் எனக்கு மறக்க முடியாதுல்ல. இடுக்கி மாவட்டத்தில் 55ஆம் மைல் கரடிக்குழியில் பார்ட்டியினுடைய ஜாதா அப்படி போகும்போது அதுக்கு இடையில ஏறி ஒரு கொடி வாங்கி பிடிச்சேன் நான், பசி தாங்க முடியாமல். 55ல் ஒரு வீட்டில் சோறு கொடுப்பாங்க, அந்த பத யாத்திரைன்னு சொல்லி போகிறவங்களுக்கு ஒரு கொடி வாங்கி பிடிச்சி அந்த ஜாதாவில் போய் உட்கார்ந்து சாப்பிட்டு கொடி கொடுத்துட்டு வந்துட்டேன். அந்த பார்ட்டி ஏதுன்னு போகும் தெரியாது, சாப்பாட்டுக்காக போனேன் நான். அப்பா அன்னைக்கு கரடிக்குழியில் ஒரு அசம்பிளிஸ் கூட சபை இருந்துச்சு. அசம்பிளிஸ் பாஸ்ட் அவன் கருவாட்டு முறின்னு சொல்லும் மேலே. இவங்க அம்மா அப்பாலாம் அந்த சர்ச்சு. அப்போ நான் பெந்தகோஸ்தெல்லாம் கிடையாது. ஆனால் அங்கே சண்டே ஸ்கூல் படிக்கிறவங்களுக்கு தோசை கொடுப்பாங்க, கோதம்பு தோசை. அது சாப்பிட்றதுக்காக போனேன். இன்னைக்கு மேடையில் நிற்கிறேன். எனக்கு பிரசங்கம் ஒன்று பண்ணாமல் இருந்தாலும் இங்கே அப்படியே முழங்கால் போட்டு ஒரு 9:30 மணி வரை அழுதுட்டு ஆசீர்வாதம் சொன்னாலும் சந்தோஷப்படுவேன். அவ்வளோ கர்த்தர் என்னை நேசித்திருக்கிறார். ஹல்லேலூயா. உலகத்தில் இருக்கிற அனைத்து மக்களும், மலையாளி, தமிழ் எல்லா ஜனங்களும் ഓൺലൈനിലാണ് ഇത് பார்த்துட்டு இருக்கிறதுனால நான் சொல்கிறேன், കർത്താവിൻ്റെ വേലയെന്ന് പറയുന്നത്, സുവിശേഷ വേലയെന്ന് പറയുന്നത്, അതിൻ്റെ ഗൗരവം, അതിൻ്റെ അധികാരം, ആ വിളിയുടെ ഗൗരവം അത് തിരിച്ചറിയാതെ പോകരുത്. ആമേൻ. കർത്താവിൻ്റെ വരവാദക്കലായിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിൻ്റെ സായാഹ്നത്തിൽ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ തങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ ഒന്ന് പുനഃപരിശോധിക്കാൻ. ആമേൻ. എൻ്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്കിന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ പറ്റില്ല, തോന്നില്ല. നിങ്ങൾക്കറിയും, കണ്ണ് നനയാതെ ഒരാൾ ഇവിടുന്ന് പോകില്ല. ബൈബിൾ എടുത്തുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ഒരാൾക്ക് പോലും വെറുതെ ഇന്ന് രാത്രി ഇവിടുന്ന് പോകാൻ പറ്റില്ല. முடியாது பாஸ்டர், நீங்கள் இப்படி ஊழியம் செஞ்சால் போதாது, நானும் இப்படி செஞ்சால் போதாது. ஆமென். கட்டின சபை அல்ல வலுது, செய்கிற ஊழியம் தான் வலுது. ஆமென். உங்களுக்கு எத்தனை பாஷை தெரியும் அது பரவாயில்ல. ஆனால் ஒரு கேள்வி நான் உங்களுக்கு கேட்குறேன், நீங்கள் விசுவாசியா? உங்கள் உள்ளத்தில் இயேசு இருக்கிறாரா? அந்த இயேசு யாரு? മരിച്ചവർ കല്ലറയിൽ ഇരുന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു നിന്റെ അകത്തുണ്ടോ? ഒറ്റ ചോദ്യത്തിന് ഉത്തരവെന്ന് രാത്രി പറഞ്ഞിട്ട് പോകും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അകത്തിരിക്കുന്നവരാണോ ഇവിടെ ഇരിക്കുന്ന നമ്മൾ? ഒന്ന് കൈ പൊക്കാൻ മേലാതെ, നല്ലപോലെ ഒന്ന് കൈയടിക്കാൻ മേലാതെ, കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ മേലാതെ. അമ്മേ, ഞാൻ വിശ്വസിക്കുന്നില്ല. കൺവെൻഷൻ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇവിടെ വന്ന് നിന്ന് പ്രസംഗിക്കുക, 1.5 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുവോ അനുഗ്രഹിക്കാതിരിക്കുവോ, നിങ്ങൾ എന്തോ വേണേലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല കൺവെൻഷൻ. ആമേൻ.
ഇന്ന് രാത്രി ഇതിനകത്ത് രോഗികൾ സൗഖ്യമാകണം. ഇന്ന് രാത്രി ഇതിനകത്ത് ചിലരോട് ദൈവത്തിന് പ്രവചന ദൂത് പറയാനുണ്ട്. ഇതിനകത്ത് വിടുതൽ നടക്കണം, ഭൂതങ്ങൾ അലറിപ്പോണം. ഇത് ദൈവത്തിന്റെ വചനമാ. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ പ്രസവിച്ച രണ്ടമ്മയാണെങ്കിലും ഒരമ്മയെന്ന് പറയുന്ന ആളാണ് ഞാൻ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് ഈ ദൈവദാസനെ. എന്താണെന്നറിയാമോ? ഈ ജ്യേഷ്ഠൻ അനിയനും വിശുദ്ധന്മാരാ. ലോകത്തിലെ ഏറ്റവും നല്ല സ്വഭാവം ഏതാണെന്നറിയോ? സ്നേഹത്തിൽ സംസാരിക്കുന്നൊന്നുമല്ല. അതാരെ കൊണ്ടാണ് പറ്റാത്തത്? സിനിമാ നടന്മാരൊക്കെ നമ്മളെ വന്നവന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് തകർത്ത് കളയും. അതൊക്കെ യൂട്യൂബിൽ വരാൻ വേണ്ടിയിട്ടാണ്. സ്നേഹമെന്ന് ജീവിതത്തിലെ ഏറ്റവും നല്ല സ്വഭാവം എന്നറിയോ? വിശുദ്ധിയാ. അതില്ലാത്തതൊന്നും ദൈവത്തിൻ്റെ അല്ല. അതില്ലാത്ത ഒരെണ്ണവും ദൈവത്തിൻ്റെ അല്ല. അഭിനയിക്കാം, പക്ഷെ ദൈവം നിന്നെ വലിച്ചു കീറും. കമോൺ കമോൺ കമോൺ. വിശുദ്ധന്മാർ വരട്ടെ, വിശ്വസ്തന്മാർ വരട്ടെ. സുവിശേഷത്തിൽ വിശുദ്ധന്മാർ നൽകട്ടെ, വിശുദ്ധന്മാർ വരട്ടെ. உனக்கு பரிசுத்தமான வாழ்க்கை இருக்கா? நீ ஒரு தேவனுடைய பிள்ளை. இல்லைன்னு சொன்னா நீ தேவனுடையது அல்ல, நீ பிசாசுனுடையது. நான் இன்னைக்கு சொல்றேன், நம்ம எல்லாம் പെർഫെക്റ്റ് അല്ല, നമ്മളൊന്നും പെർഫെക്റ്റ് അല്ല. പക്ഷേ 100% പെർഫെക്റ്റ് യേശു മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ശരീരം വീണ്ടെടുക്കപ്പെട്ടില്ലാത്തതുകൊണ്ട് കുറവുകളുണ്ട്. പക്ഷേ ആയുസ് മുഴുവൻ കുറവ് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുറവൻ ആകരുത്. ആമേൻ. ഇപ്പം ഞാൻ പറയുന്നു, ഒരു 30 മിനിറ്റ് കഴിഞ്ഞാൽ നിനക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ദേവദാസനോട് പറഞ്ഞു, എനിക്ക് കൺവെൻഷൻ്റെ സ്റ്റൈൽ ഇങ്ങനല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് നമ്മുടെ ഒരു പഴയ കൺവെൻഷൻ സ്റ്റൈലാണ്. ഞാൻ പറയുന്നൊന്നും മനസ്സിലാകാത്ത കുറേ പിള്ളേർ ഫ്രണ്ടി, അവരവിടെ നിന്ന് പാവലിച്ച് കയറുന്നു, കല്ല് കളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുറ്റമൊന്നും അല്ലേ, ആരുടെയും കുറ്റമല്ല. നമ്മുടെ സ്റ്റൈൽ ഇതാണ്, നമ്മുടെ കൺവെൻഷൻ സ്റ്റൈൽ ഇതാണ്. ഈ കുഞ്ഞുങ്ങൾ, ഇവർക്ക് ഞാൻ പറഞ്ഞു ഇതുവരെ പറഞ്ഞ വല്ലതും മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. അവരാണ് ഫ്രണ്ടി ഇരിക്കുന്നത്, ഞാൻ ഇവരെ എന്തോ ചെയ്യാനാ? അവരെന്നെ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഇല്ല ഫസ്റ്റ് ചുമ്മാ சொல்ல, நான் உண்மையை சொல்ல. അതിൻ്റെ പുറകിലിരിക്കുന്നത് രാവിലെ മുതൽ തേയിലത്തോട്ടത്തിലും പറമ്പിലും അധ്വാനിച്ചിട്ട് ഓടി വന്ന് കുളിക്കുക, ഇച്ചിരി വെള്ളമൊക്കെ കോരി ഒഴിച്ച് ഓടി സാരി ഉടുത്ത് തേച്ച് വില്ല ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു അനുഗ്രഹമുണ്ട് താ പാസ്റ്ററെ എന്നും പറഞ്ഞിരിക്കുന്ന കുറേ സഹോദരിമാരാണ്. വില്ലാളി വീരന്മാർ എല്ലാം പുറകിലാണ്. എനിക്ക് അവരെ ഇവിടെ കിട്ടണമായിരുന്നു. നാളെ നമുക്ക് അങ്ങനെ ആക്കണം. ഇവിടെ കസേര ഇടുമ്പോൾ ഞാൻ വരും. നാളെ കസേര ഇടുമ്പോൾ ഞാൻ വരും. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ അതിനിടയിലായി പോയി. ഇനി അവരാരെ കെട്ടിപ്പിടിക്കും? അങ്ങനെ ഒരു വിഷമത്തിൽ അവരിയ്ക്കുകയാണ്. കാരണം ഞാൻ ഹൈ റേഞ്ചുകാരനാണ്. ഇവിടെ വന്നിരിക്കുന്ന അവരുടെ മകനാണ് വന്നിരിക്കുന്നത്, കെ എബ്രഹാം. എന്നെ ഒന്ന് നേരിട്ടൊന്ന് കാണാൻ, ചേർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ ഒക്കെ ഉള്ള പ്രദേശത്തെ അപ്പച്ചന്മാരൊക്കെ അതിനിടയിൽ ഇരിപ്പുണ്ട്. നാളെ നിങ്ങൾക്ക് ഞാൻ ക്രമീകരണം ചെയ്യും, നിങ്ങൾ എൻ്റെ മുൻപിൽ വന്നിരിക്കും. ഇന്നത്തേക്ക് നിങ്ങൾ ക്ഷമിക്കുക. സ്തോത്രം. ഞാൻ ഇങ്ങനെ ഓർത്തില്ല. ഹല്ലേലൂയ. എങ്കിലും ഇന്ന് രാത്രി നമുക്കൊന്ന് കരയണം, നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കണം, നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തണം. ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു ചിന്തയെങ്കിലും നിങ്ങളുടെ അകത്ത് തന്നെ എനിക്ക് വിടാൻ പറ്റൂ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഒരു പാട്ടുപാടി കൈയടിക്കുന്നതല്ല, പഠിച്ചു വെച്ചേക്കുന്ന 4 കഷണം അന്യഭാഷ പറയുന്നതല്ല. പുനരുത്ഥാനത്തിൻ്റെ ശക്തി മരിച്ചവന്റെ കല്ലറയെ പൊളിക്കുന്നതാ. അന്ധകാരങ്ങൾ നടുങ്ങി വിറയ്ക്കുന്നതാ. പിശാചിന്റെ കോട്ടകൾ തകരുന്നതാ പുനരുത്ഥാനത്തിന്റെ ശക്തി. അതിനെ നമ്മൾ കുറച്ച് അവസാനം ഒരു കയ്യടിയെ കൊണ്ടുവന്ന് നിർത്തി. നോ, നമ്മ
വിട്ടുതരില്ല ദൈവം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും കുറഞ്ഞ പക്ഷം ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ടിരുന്ന ആ 30 കൊല്ലമായിട്ട് പറയുന്ന അന്യഭാഷ ഒന്ന് മാറ്റി പറയാൻ ധൈര്യമുള്ളവരാരാ ഉള്ളേ? പറയണമെങ്കിൽ എഴുതിയെടുത്ത് പഠിക്കണം, എഴുതിയെടുത്ത് പഠിക്കണം. ഞാൻ ചോദിക്കുന്നു, വെല്ലുവിളിക്കുന്നു എല്ലാ പാസ്റ്റേഴ്സിനോടും ഞാൻ പറയുന്നു, അതിനകത്ത് കെ അബ്രാമുണ്ട്. நம்ம சொல்கிற அந்நிய பாஷை ரெக்கார்டு பண்ணுங்க, அடுத்த வாரம் மாற்றி சொல்லுங்க பார்ப்போம். சவால் போடுறேன் நான், சவால் சவால் முட்டில் நின்று சவால் போடுறேன் நான். வா, சொல்லிட்டு இருக்கிற அந்நிய பாஷை ரெக்கார்டு பண்ணுங்க, പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്യ ഭാഷ റെക്കോർഡ് ചെയ്യണം. ചോണ ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഒന്ന് മാറ്റി പറഞ്ഞു சொல்ல. அப்படியான் தான் நான் சொல்கிறேன். நீ சொல்கிறது உயரத்தில் இருந்து, உன்னால் முடியலை. நீ சொல்கிறது பூமியில் இருந்து. வா வா, என் மேலே ஒரு அபிஷேகம் இறங்கியிருக்கு. எனக்கு நிற்க முடியாத ஒரு அபிஷேகம். என்ன செய்யணும்னு எனக்கு தெரியாது, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ, വന്നപ്പോൾ മുതൽ പ്രാർത്ഥിക്കുക, വന്നപ്പോൾ മുതൽ 6 മണിക്കൂർ 7 മണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നത്. ആമേൻ. എൻ്റെ മേലെ ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്, എൻ്റെ മേലെ ഒരു ദൈവശക്തി ഇറങ്ങിയിട്ടുണ്ട്. Rakamaso ramte mashakaram dunaba arkajambal kaudam bamana dara jagadaga sebada lagaje mama basura kamte me mana sagadam adaga samadam phula phaba rekao rasama ragande udabas kamala basela bow power, the power തീരങ്ങട്ടെ. ദൈവത്തിന്റെ തീ ഈ രാത്രി ഈ പന്തലിൽ, ദൈവത്തിന്റെ തീ. Come on. Whoa. Oh. ദൈവാത്മാവ് ചിലരെ തൊട്ടു, ദൈവം ചിലരെ തൊടുന്നുണ്ട്. പാവപ്പെട്ട കൂലിപ്പണി ചെയ്യുന്ന, ഈ ലോകത്തിന്റെ കള്ളങ്ങൾ അറിയാത്ത, ആത്മീയ മണ്ഡലത്തിനകത്തെ കള്ളങ്ങൾ അറിയാത്ത ചില നിഷ്കളങ്കർ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ മേലെ തീ ഇറങ്ങുന്നുണ്ട്, അവരുടെ മേലെ തീ കത്തുന്നുണ്ട്. അഭിനയിക്കാൻ അറിയാത്ത ചിലർ, ആത്മീയത അഭിനയിക്കാൻ അറിയാത്ത ചിലർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ മേൽ അഗ്നി ഇറങ്ങുന്നുണ്ട്, അവരുടെ മേൽ ആ തീ തൊടുന്നുണ്ട്. അവർ അഭിഷേക മണ്ഡലങ്ങളിലാ. കമോൺ കമോൺ. ഇത്രയും പറഞ്ഞിട്ട് കൈയുടെ കെട്ടഴിക്കാത്ത നീ പെന്തക്കോസ്താണോ? രക്ഷിക്കപ്പെട്ടതാണോ? ദൈവത്തിന്റെ വകയാണോ നീ? ആണോ? Come on, come on. Chirambo shelaba. Libana sekaram du chamalaba. Arkadam baba nagadaga se balam thoraba. Ragaje mana se babam bho. வா வா. கர்த்தர் சொல்லுகிறார், உன்னை எனக்கு வேணும், உன்னை எனக்கு வேணும். இயேசு சொல்றார், உன்னை எனக்கு வேணும், உன்னை எனக்கு வேணும், உன்னை எனக்கு வேணும். power touching, the power touching. உனக்கு நிக்க முடியாது, உனக்கு நிக்க முடியாது. ஆமென் 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 ஆமென். உடபாசிகரம் துஷபானபா. power touching, power. worship us. The power is touching. The power is touching. Come on, pastor. ഇന്ത്യ മഹാരാജ്യത്തിലെ കേരളത്തിലെ കർത്തർ ഉങ്ങളെ ഉപയോഗിക്കാൻ പോകുகிறார்.
நான் சொல்றேன், உண்மை சொல்றேன், இது தீர்க்க தரிசனம், இது தீர்க்க தரிசனம். கர்த்தர் சொல்லுகிறார், நீ கை தொடும் பொழுது நோய்கள் குணமாகிற நாள் இதோ வருகிறது. உன்னுடைய ஊழிய இனிமேல் தான் ஆரம்பிக்கும். தேசத்தில் உனக்கு இறங்கி நடக்க முடியாது. நீ நடந்தா நீ போற இடமெல்லாம் தேவனுடைய ஆவியால் அசையப்படும். The power, the power, the power, the power, the power. Impartation, impartation, impartation is happening. Impartation, impartation, impartation. Come on, come on. Impartation, impartation, impartation. Impartation, amen. പകർച്ച നടക്കുന്നു. പകർച്ച, പകർച്ച, ദൈവാത്മാവിന്റെ പകർച്ച. ആമേൻ. ദൈവാത്മാവിന്റെ പകർച്ച. ഒന്നാവ തൊടു, ഒന്നാവ കർത്തർ തൊടുகிறார், ഒന്നാവ കർത്തർ തൊടുகிறார், ഒന്നാവ കർത്തർ തൊടുகிறார். യേശു നാവിനെ തൊടുന്നു. ഓ, നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല, നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല, നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല, നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിന്റെ ബുദ്ധി മണ്ഡലത്തെ തൊടുന്നു. Power, Holy Spirit power is descending. Holy Spirit power. Whoa. ഒരു നിമിഷം കൊഞ്ചം ഗവനിപ്പീങ്ങളാ, ഒന്ന് ശ്രദ്ധിക്കുമോ നിങ്ങൾ? ഈ മൈക്ക് ഒന്ന് കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. பாஸ்டர், உங்களை நேசிக்கிறேன். இப்போ நம்ம 2 பேரும் பிரசங்கம் பண்ண போகிறோம். உண்மையை மட்டும் தான் சொல்லணும். உலகத்தில் லோகத்தை முழுவன் சிருஷ்டிச்ச வாக்கினால் சகலத்தை உளவாக்கிய பிதாவாய தெய்வத்தின் எத்தனை மார்க்கு பரா? நல்ல போல அடுத்து பிடிச்சு வரா. ഈ മൈക്ക് നല്ല വോളിയം കൊടുക്ക്. 100 മാർക്ക്. എത്ര മാർക്ക്? 100. പറ, പിതാവായ ദൈവത്തിന് എത്ര മാർക്ക്? 100 മാർക്ക്. 100 മാർക്ക് ഞാനും കൊടുക്കുന്നു. എത്ര മാർക്ക്? 100 മാർക്ക്. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായ ക്രിസ്തുവിന് എത്ര മാർക്ക്? 100 മാർക്ക്. ഉറപ്പ്? ഉറപ്പ്. എങ്കിൽ ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന് എത്ര മാർക്ക്? 100 മാർക്ക്. 300 മാർക്ക്. അല്ല, 100. 100. പിതാവിന് 100, പുത്രന് 100, പരിശുദ്ധാത്മാവ് 100. കറക്റ്റ് അല്ലേ? യെസ്. ഇന്ന് രാത്രി 12 മണിക്ക് യെസ്, ദൈവദാസന്റെ മുറിയിൽ യേശു ഇറങ്ങിയാൽ ദൈവദാസൻ എന്ത് ചെയ്യും? ഉത്തരം, ആ കാലെ വീഴും. പറ, കാലെ വീഴും, കാലെ കെട്ടിപ്പിടിക്കും, കെട്ടിപ്പിടിക്കും. ഭക്ഷണം കഴിക്കില്ല, വിടില്ല, വിടില്ല, അലറിക്കരയും, അലറിക്കളയും. ഒരു നിമിഷം. എന്തുകൊണ്ട്? യേശുവിന് 100 കൊടുത്തുകൊണ്ട്. അടുത്ത ചോദ്യം, വിഷമെന്നൊന്നല്ല, പരിശുദ്ധാത്മാവ് എത്ര പ്രാവശ്യം വന്നു? വീണോ? കരഞ്ഞോ? കെട്ടിപ്പിടിച്ചോ? അലറിയോ? അതാ നമുക്ക് പറ്റിയ അബദ്ധം. ആമേൻ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. பாஸ்டர், இது அழாம இங்கிருந்து போக முடியாது. യേശു വീട്ടിൽ വന്നാ കാലിൽ വിടുവീങ്ക. കറക്റ്റാ? പരിശുദ്ധാത്മാവ് എല്ലാ ഞായറാഴ്ച വന്നില്ലേ? എപ്പോഴും വന്നില്ലേ? വീണോ കാലില്? ഇല്ല. അലറിയോ? ഇല്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, അറിഞ്ഞോ അറിയാതെയോ എവിടെയോ പരിശുദ്ധാത്മാവിനെ നമ്മൾ താഴ്ത്തി കെട്ടിയില്ലേ? நீ எந்த பாவம் செய்தாலும் நான் மன்னிப்பேன். ஆனா பரிசுத்தாத்மாவுக்கு விரோதமாக பாவம் செய்தால் மன்னிக்க மாட்டேன். ஆமென். ചോദ്യം, യേശു നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ കരയും, കാലെ കെട്ടിപ്പിടിക്കും. എന്റെ ചോദ്യം, പരിശുദ്ധാത്മാവ് വന്നിട്ട് നിങ്ങൾ കാലെ വീണോ? കെട്ടിപ്പിടിച്ചോ? നിങ്ങൾ കൈയടിച്ചിട്ട് വിട്ടില്ലേ? അതിന് ക്ഷമ പറയണമെന്ന് രാത്രി പരിശുദ്ധാത്മാവേ, നിന്നോട് ഞങ്ങൾ കാണിച്ചത്, നിന്നോട് ഞങ്ങൾ കാണിച്ചത് ആ വെളിപ്പാട് ഇതുവരെ കിട്ടിയില്ലായിരുന്നു. ആ വെളിപ്പാട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. ബട്ട് ഇന്ന് രാത്രി എനിക്ക് ആ വെളിപ്പാട് കിട്ടി. അതുകൊണ്ട് ഇന്ന് രാത്രി കരഞ്ഞോ? നീ ദൈവത്തോട് പറ. പ്രദേശ് സഹോദരിമാരെ, ദൈവത്തോട് പറ, എനിക്ക് തെറ്റിപ്പോയി, എനിക്ക് തെറ്റിപ്പോയി പറ. കരയാതെ ഒരാൾ പോലും പോകാൻ പാടില്ല. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ കൊടുക്കേണ്ട പോലെ ബഹുമാനം കൊടുത്തില്ല. ഒരു നിമിഷം ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം.
ദൈവാത്മാവിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കല്ലേ. ആ പാദത്തിലേക്ക് വീഴാൻ എത്ര പേരുണ്ടെന്ന് രാത്രി? ഈ പന്തൽ முழுவன் தெய்வாத்மாவு ஆவி அசைவாடுகிறது. அக்கினி இறங்கி இருக்கிறது. இந்த பந்தல் முழுவதும் அந்த அக்கினியில இங்கே யாரும் உங்களை நியந்திரிக்கிறது கிடையாது. எப்படி உங்களுக்கு பரிசுத்த ஆவி ஆராதிக்கணுமோ அப்படி ஆராதிங்க. உங்களுக்கு நடனம் ஆடணுமா, பெறணுமா, இல்ல அழுகணுமா, இல்ல எழுந்து நிக்கணுமா, கை தட்டணுமா, பரிசுத்த ஆவியை எப்படி இயேசு வரும்பொழுது உங்களுக்கு எப்படி ஆராதிச்சீங்களோ அந்த இயேசுவுக்கு கொடுக்கிற மரியாதை, அந்த இயேசுவுக்கு கொடுக்கிற கனம், அது தெய்வாத்மாவிற்கு கொடுக்க. கொடு தெய்வாத்மாவிற்கு. ரோபானா பாஷா கமனாசே ஓ ரபாசே கமனாசே. உங்களுக்கு எப்படி மரியாதை கொடுக்கணும், எப்படி கொடுக்கணும் தோணுது அப்படி கொடுங்க. அப்படி கொடுங்க, அப்படி. இன்னைக்கு ராத்திரி சும்மா போகாதீங்க. எப்படி உங்களுக்கு மரியாதை கொடுக்கணும், பரிசுத்த ஆவிக்கு எப்படி மரியாதை கொடுக்கணும் கொடுங்க. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന കുറവ് ഞങ്ങൾ സമ്മതിക്കുന്നു. ആ വെളിപ്പാട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. തെറ്റിപ്പോയി, 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 തെറ്റിപ്പോയി. கூப்பிடுங்க, 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 கூப்பிடுங்க. உனக்கு எப்படி ஆராதிக்கணும்? கிட்ட இருக்கிற பார்க்காதீங்க. அடுத்திருக்கிறவரை നോക്കരുത്, അടുത്തിരിക്കുന്നവരെ നോക്കാതെ നീ ദൈവത്തിന് വിട്ടുകൊടുക്ക. നിന്റെ ശരീരം ദൈവത്തിന് വിട്ടുകൊടുക്ക. ബ്രദേഴ്സ്, വെറുതെ അലക്ഷ്യമായി ഇരിക്കരുത്. ഇപ്പോൾ ദൈവാത്മാവ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നിന്റെ അടുത്തുണ്ട്, നിന്റെ അടുത്തുണ്ട്, നിന്റെ അടുത്തുണ്ട്, നിന്റെ അടുത്തുണ്ട്, നിന്റെ അടുത്തുണ്ട്, നിന്റെ അടുത്ത്, നിന്റെ അടുത്ത്. உம்மை பார்க்கையிலே என் உள்ள உடையுதப்பா. உம்மை நினைக்கையிலே என் உள்ள உடையுதப்பா. அன்பே, கல்வாரி அன்பே, உம்மை பார்க்கையிலே உள்ள உடையதப்பா. உம்மை நினைக்கையிலே உள்ள உடையதப்பா. இன்னைக்கு ராத்திரி உள்ள உடையாம ஒரு ஆள் கூட இந்த இடம் விட்டு நம்ம போக மாட்டோம். ആമേൻ. ആരെങ്കിലും നിങ്ങളെ നിർബന്ധിക്കുന്നുകൊണ്ട് ഒരു ഹല്ലേലൂയ പറയുന്നതല്ല ഇവിടെ പറയുന്നത്. ആരെങ്കിലും നിങ്ങളെ നിർബന്ധിക്കുന്നുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിന് പ്രയോജനമില്ല. നിങ്ങളൊരു പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞാണോ, യേശുവിനെ ആരാധിക്കുന്ന ദൈവകുഞ്ഞാണോ എങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരേ വില കൊടുക്കുവാൻ, ഒരേ വില കൊടുക്കുവാൻ, ഒരേ വില കൊടുക്കുവാൻ, പരിശുദ്ധാത്മാവിന് ഒരു വില കൊടുക്കാൻ. ആമേൻ. ആമേൻ. ഒരു നിമിഷം എനിക്ക്
എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്ന അനേക വെളിപ്പാടുകളുണ്ട്. അതിൽ ചിലത് നിങ്ങളോട് ഇന്നും നാളെയും പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ കൂടെ രണ്ടാമത്തെ വെളിപ്പാട്, ഇത് കേട്ട് കഴിയുമ്പോൾ ആമേൻ ദൈവസന്നിധി നിങ്ങൾക്ക് സമർപ്പിക്കാം. ആമേൻ. പാസ്റ്റർ, 2 ദിവസം ഞാൻ പാസ്റ്ററുടെ വീട്ടിൽ താമസിച്ചിട്ട് ഞാൻ പോകുമ്പം പാസ്റ്റർ എന്നോടൊരു കാര്യം ചോദിക്കും. ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, സന്തോഷമായിരുന്നോ? 2 നാൾ ഞാൻ വീട്ടിൽ ഇരുന്നതിന് സന്തോഷമായിരുന്നോ? സാപ്പാടൊക്കെ ഇഷ്ടമായിരുന്നോ? ഞങ്ങൾ സ്വീകരിച്ചത് സന്തോഷമായിരുന്നോ? ചോദിക്കില്ലേ സോജൻ പാസ്റ്ററെ? നമ്മൾ ചോദിക്കുമല്ലേ? യേശു എത്ര വർഷമായി ഹൃദയത്തിൽ താമസിക്കുന്നു? ഈ ഒറ്റ വെളിപ്പാട് ദൈവം എനിക്ക് തന്നപ്പം എൻ്റെ മുറി കിടന്ന് 3 ദിവസം ഞാൻ ഉരുണ്ടു. എൻ്റെ ഹൃദയത്തിൽ യേശു താമസിക്കുന്നതോട് 35 വർഷമായി. நான் கேட்டேனா ஏசு விட்ட நான் கேட்டேனா ஏன் கூட நீ இருக்கிறியே, நல்லா இருக்கியா, நான் உன்னை பராமரித்தது உனக்கு இஷ்டமாயிருச்சான்னு ஒரு தடவை கேட்டோமா? கேட்கல. என்னெல்லாம் கொடுத்தாரு நமக்கு, ஒரு என்னெல்லாம் கொடுத்தாரு என்கிட்ட வரும்போது, என்னெல்லாம் கொடுத்தாரு, இதெல்லாம் அவர் கொடுத்ததானே. ஒரு தடவை என் வீட்டில் வந்திருக்கிற சாதாரண மனுஷங்கிட்ட கேட்க நமக்கு தெரியும், நமக்கு அதுக்குள்ள அறிவு இருக்கு. நீங்கள் உங்கள் மனசில் உங்கள் இதயத்துக்குள்ள கர்த்தர் இருக்காரா இல்லையா? நான் கேட்குறேன், இருக்காரா இல்லையா? நீ கேட்டியா? காலையில் எந்திரிச்சு என் கூட நீ இருக்கிறிய, நான் உன்னை பார்க்கறது போதுமா? நான் உன்னை அன்பா இருக்கிறது இந்த அன்பு போதுமான்னு கேட்டையா? கேட்கல. இப்ப கேளு பிரதர், இப்ப கேளு. நீ ஏசப்பாட்ட கேளு. என் உள்ளத்தில் நீ இருக்கிற, எனக்கு நீ வீடு கொடுத்த, எனக்கு காரு கொடுத்த, நீ கால வண்டி கூட இல்லாம இருந்த எனக்கு நீ காரு கொடுத்தல்ல, வீடு கொடுத்தல்ல, நல்ல பிள்ளைகளை கொடுத்தல்ல, எனக்கு என்னெல்லாம் நீ செய்து கொடுத்த, நான் உனக்கு என்ன. இந்த ராத்திரி உங்க வாழ்க்கையை மாற்றும். இந்த ராத்திரி உங்க வாழ்க்கையை மாற்றும். ஆமென். இது கேட்டுட்டு நம்ம உள்ள உடையல, உன் வாழ்க்கை இன்னும் ஒரு நாளைக்கு உடையாது. இது உடையிற நாள். இப்போ உள்ள உடையல. 35 வருஷமா நான் ஊழியம் செய்கிறேன். எனக்கு இன்னைக்கும் எவ்வளவோ நான் அழுதேன். நேற்றுக்கு ராத்திரி அழுதேன், மணி நேரம் அழுதேன். எனக்கு தீரல பாஸ்டர். ஏன்னா நான் ஆவிக்குரிய மனுஷன், எனக்கு இது சகிக்க முடியல. ஏசப்பா, இப்பவும் இங்கே உட்காரும்போது எனக்கு இது நினைக்க எனக்கு அழுக. ஏன் தெரியுமா? பீர்மெட்டில் ஒரு ஸ்கூலில் 210 மார்க் வாங்கி SLC பாஸ் ஆகின நான் அமெரிக்காவுக்கு கொண்டு போனார், கனடாவுக்கு கொண்டு போனார், UK கொண்டு போனார். ஒரு தடவாவது ஏசப்பாட்ட கேட்கலையே, என் உள்ளத்தில் நீ நல்லா இருக்கியான்னு கேட்கல. மறந்துட்டேன், அந்த வெளிப்பாடு கிடைக்கல. இப்ப நீ கேட்கிறல்ல, கேளு. பிரசங்கம் நான் அப்புறம் பிரசங்கம் பண்றேன், விடிய நான் பிரசங்கம் பண்றேன், രാവിലെ വരെ വേണേ പ്രസംഗിക്കാം, നോ പ്രോബ്ലം. ஆனால் இது கேட்கு, இது ചോദിക്ക ദൈവത്തോട്, என் உள்ளத்தில் നീ இருக்கிறியா? ആമേൻ. ഞാൻ ചോദിക്കുന്നു, ഒരു വീട്ടിൽ താമസിക്കുന്ന 2 പേര് തമ്മിൽ വർത്താനം പറയുന്നില്ലെങ്കിൽ അത് അതെന്നാ വീടാ? ഇനി നീ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്, അപ്പം യേശു വീട്ടിലുണ്ടോ നിന്നറിയാം. അതും അറിയണമല്ലോ. ചില വീട്ടിൽ യേശുവിൻ്റെ ശബ്ദമില്ല. என்ன காரணம்? യേശു அங்கே இல்லை. நீ ஞாயிற்றுக்கிழமை ஆராதனைக்கு வர்ற, கையெல்லாம் தட்டுற, ஆனால் உள்ள யார் இல்லை? அவர் வேற வழியா போயிட்டாரு. இப்ப கூப்பிட்டு பாரு, அவர் இருக்காரா இல்லையா? ஓ வீட்டில் യേശു இருக்காரா இல்லையா? கூப்பிட்டு பாரு. ചിലർ ഇതിനകത്ത് വെറുതെ ഇരിക്കുന്നുണ്ട്, എനിക്കറിയാം. ചിലർ കണ്ണുപോലും നിറയുന്നില്ല, ചിലർ വെറുതെ ഇരിക്കുന്നുണ്ട്. യേശു നിന്റെ വീട്ടിൽ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഇനി നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനുള്ള കൺവെൻഷനാ ഈ കൺവെൻഷൻ. യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് ഇന്ന് രാത്രി കൊണ്ടുവരാനുള്ള കൺവെൻഷനാണ് ഈ കൺവെൻഷൻ. வா 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 வா. இயேசுவுக்காக வாசல் திறந்து கொடு. இயேசுவுக்காக வாசல் திறந்து கொடு.
വരട്ടോ, വരട്ടോ. യേശു ഉള്ളത്തിൽ വരട്ടോ. യേശു വരട്ടെ, യേശു വരട്ടെ. നീ ഒന്ന് ഇല്ലെങ്കിൽ ബൈബിളിലെ ചില വാക്യങ്ങൾ നമ്മൾ എഴുതി മാറ്റേണ്ടി വരും. 1 കൊരിന്ത്യർ 3:16 നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ വസിക്കുന്നുവെന്നും നീ അറിയുന്നില്ലയോ? അടുത്ത വാക്യം 1 കൊരിന്ത്യർ 6:19 ദൈവം നിന്നെ വിലയ്ക്ക് വാങ്ങി, നാം താങ്കളുള്ളവരല്ലല്ലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അതിൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുന്നതാണ് രക്ഷ. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് നീ പറയുന്നെങ്കിൽ, ആമേൻ, നിൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. ആ യേശു ഉണ്ടോ ഇല്ലയോ എന്ന് ഇന്ന് രാത്രി നീ പുനഃപരിശോധിക്കുന്നില്ലെങ്കിൽ നിൻ്റെ ക്രിസ്തീയ ജീവിതം എത്ര വർഷമായി എന്നുള്ളതല്ല, ഒരു വട്ടപൂജ്യമാണ്. എനിക്ക് ആരുടെ മാർക്ക് വേണ്ട, എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റും വേണ്ട. പരിശുദ്ധാത്മാവ് പറയുന്നത് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞിരിക്കും. ദൈവാത്മാവ് പറയുന്നത് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞിരിക്കും. നാളത്തെ സ്റ്റേജ് എനിക്ക് വിഷയമല്ല. അങ്ങനെ ഞാൻ ചിന്തിച്ച് പ്രസംഗിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ടുഡേ ദാറ്റ് ഈസ് നോട്ട്. അങ്ങനെയല്ല. ആമേൻ, ആമേൻ, ആമേൻ. റബാസി കറംദൂന ബാഷക രഗജാമന റംദൽ ഖൗഡ റബാസിക അർക്കജം ബൗഡം ബമനദരാജന ഉടമന ബൗഡ ബലാബാസികന. ആമേൻ. ചോദിക്കുക, യേശുവേ നീ എൻ്റെ വീട്ടിലുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ നീ ഉണ്ടോ? യേശുവിൻ്റെ അകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ആ യേശുമായിട്ട് അല്പനേരം വർത്താനം പറ. ആ യേശുവിനോട് അല്പസമയം സംസാരിക്ക്. കർത്താവേ, അങ്ങയോട് ഈ ഇത്രയും വർഷങ്ങൾ ഞാൻ ഇടപെടാതിരുന്നത്, ഞാൻ സംസാരിക്കാതിരുന്നത് തെറ്റിപ്പോയി. ആമേൻ, ആമേൻ, ആമേൻ. ഈ 2 ദിവസത്തെ എൻ്റെ ടോപ്പിക്ക് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, when the Holy Spirit come upon you, പരിശുദ്ധാവി ഉങ്ങൾ മീത് വരുമ്പൊഴുത്. അവിടെ നിൽക്കട്ടെ. നിങ്ങളറിയാമോ, യേശു ക്രിസ്തു, ആമേൻ, ഇന്നത്തെ പ്രസംഗം എന്ന് പറയുന്ന മുഴുവൻ പ്രവചനങ്ങളാണ്. ദൈവാത്മാവ് പറയുന്ന വെളിപ്പാടുകളാണ്. അതിനപ്പുറത്തൊന്നുമില്ല. ആമേൻ. പക്ഷേ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ ജീവിതം മാറും. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ഇന്ന് ഇവിടെ ഒരു 1 മണി കഴിഞ്ഞ് 1:30, 2 മണിയാകാറായപ്പോൾ എത്തി. ദൈവദാസനും ഞാനും കൂടി എൻ്റെ പെട്ടിയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ, ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഇച്ചിരി നേരം നിന്നു. അതിനൊരു കാരണമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് പാസ്റ്റർ ആളുമാറും. ഞാൻ പ്രസംഗിച്ചില്ല. രാത്രിയിൽ ഇവിടെ എത്ര പേര് വരുമെന്ന് എനിക്കറിയില്ല. ആമേൻ. എന്ത് സംഭവിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ നിൽക്കുന്ന ആൾ മാറും. ആമേൻ, ആമേൻ. വാഗമണ്ണിൽ ജോൺ മാർട്ടിൻ ഒരു പാസ്റ്റർ ഉണ്ടോ എന്ന് ഡൽഹി അന്വേഷിക്കും. എന്താ കാര്യമെന്നറിയാമോ? അദ്ദേഹം തൊടുന്നതെല്ലാം അത്ഭുതങ്ങളാ. അങ്ങനൊരു ജോൺ മാർട്ടിനെ ഇന്ത്യക്ക് വേണം. ആ മാറ്റം ഇന്ന് ഇവിടെ തുടങ്ങുക. 4 ചുവരുകൾക്കുള്ളിൽ കുറച്ച് ദൈവമക്കളുമായിട്ടിരുന്ന് കൈയടിച്ച് ആരാധിച്ച് ആത്മാക്കളെ നേടി വാഗമണ്ണ് കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ ജീവിതമെന്ന് ദൈവം തെളിയിക്കാൻ പോവാ. വാ 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 വാ, പുറത്തു വാ, പുറത്തു വാ. കം ഔട്ട്. നിന്റെ വേലിക്കെട്ടിനകത്തുനിന്ന് പുറത്തു വാ. നിന്റെ ചിന്തകൾക്കകത്തുനിന്ന് നീ പുറത്തു വാ. നിന്റെ പരിമിതിക്കകത്തുനിന്ന് ഒന്ന് പുറത്തു വാ. എനിക്ക് ഇങ്ങനെ പറ്റൂ, ഞാൻ പാരമ്പര്യമായിട്ട് ഇങ്ങനാണ് എന്ന് പറയുന്ന നിന്റെ മനസ്സിന്റെ വേലിക്കെട്ടിനകത്തുനിന്ന് ഇന്ന് രാത്രി ആ വേലി പൊളിച്ച് നീ പുറത്തു വാ. വ്യക്ത
വ്യക്തമായി ദൈവം പറയുന്നു, ഇന്ന് ഇതിനകത്തിരുന്ന് ആരാധിക്കുന്നവർ ഇന്ത്യ ഭരിക്കുന്നവരുടെ ഉന്നതന്മാരുടെ നേതൃത്വത്തിൽ വരും. ഇതിനകത്തിരുന്ന് ആരാധിക്കുന്നതിൽ IAS എഴുന്നേൽക്കും. ഈ ആരാധിക്കുന്ന കൂട്ടത്തിൽ IPS എഴുന്നേൽക്കണം. ഈ ആരാധിക്കുന്ന കൂട്ടത്തിൽ ഇന്ത്യയെ കീഴ്മേൽ മറിക്കുന്നവർ വാഗമണ്ണിൽ എഴുന്നേൽക്കണം. അതാണ് അഭിഷേകം, അതാണ് അഭിഷേകം, അതാണ് അഭിഷേകം, അതാണ് അഭിഷേകം, അതാണ് ദൈവശക്തി, അതാണ് അഭിഷേകം, അതാ ദൈവശക്തി. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ പറഞ്ഞു വരാം. ഈ ആത്മാവിൻ്റെ പേര് പരിശുദ്ധാത്മാവെന്ന. അതുകൊണ്ട് അശുദ്ധി ഉള്ളിടത്ത് ഈ ആത്മാവ് വസിക്കില്ല. നിന്റെ അശുദ്ധി ഉണ്ടോ, നീ അന്യഭാഷ അല്ല തലകുത്തി നിന്നാൽ ആത്മാവ് നിന്റെ പഞ്ചായത്ത് വരികയില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ അശുദ്ധിയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഞായറാഴ്ച ഞാൻ കലമുല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വേറെ സൂത്രമാണ്. അതൊന്നും പരിശുദ്ധാത്മാവല്ല. ഇത് തിരിച്ചറിയാതെ പോകരുത്. അതൊന്നും പരിശുദ്ധാത്മാവല്ല. കാരണം ഈ ആത്മാവിൻ്റെ പേര് തന്നെ പരിശുദ്ധാത്മാവെന്നാ. അതുകൊണ്ട് അശുദ്ധി ഉള്ളിടത്ത് ഈ ആത്മാവ്. ഇനി മറ്റൊന്ന്, ആമേൻ, അത് റോമർ 1:5. ഇനി അടുത്തത് യോഹന്നാൻ 16:13. ഇത് സത്യത്തിൻ്റെ ആത്മാവാ. അതുകൊണ്ട് നുണ, കൂട്ടിപ്പിടിപ്പീര്, അഴിമതി, അസൂയ, ഇതൊന്നും ഉള്ളിടത്ത് ഈ ആത്മാവ് ഇരിക്കത്തില്ല, ഈ ആത്മാവ് ഇരിക്കത്തില്ല. അപ്പം നിനക്ക് തോന്നും, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അന്യഭാഷ പറഞ്ഞല്ലോ കുഞ്ഞേ. അവിടെയാണ് പെന്തക്കോസ്തിൽ പറ്റിയ ഒരു ചെറിയ തെറ്റ്. പെന്തക്കോസ്ത പുസ്തകത്തിന് പറ്റിയതല്ല, നമ്മുടെ ഈ പെന്തക്കോസ്ത സംഘടനയ്ക്ക് പറ്റിയൊരു. കാരണം അന്യഭാഷ ഉള്ളവർക്കെല്ലാം എന്തുണ്ടെന്ന് പറഞ്ഞു, അഭിഷേകം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഞങ്ങളത് തിരുത്തുന്നു. ദയവേത് ക്ഷമിക്കണം. ആമേൻ. പൊട്ടാക്കി ബാല വട്ട തിരുവിടി ജടയെ കാറുളി ചാറുകൂന്തൽ കെട്ടാക്കി കേതകിപ്പൂ അതിലൂടെ വടിവാക്കി പരം ചന്ദ്രകണ്ഠം എഴുതിത്തരാം. 6 മാസം ഉപയോഗിക്കാം അന്യഭാഷയായിട്ട്. ആമേൻ. ഇത് ഞാൻ മലയാളത്തിൽ പഠിച്ചൊരു പദ്യമാണ്. ആമേൻ. കുറച്ചുകൂടെ ലളിതമായിട്ട് വേണമെങ്കിൽ സകല ശുഖകുല വിമല തിളകിത കളേബരെ, കൂട്ടക്ഷരമില്ല, എഴുതിത്തരാം. പ്രവചനം വരെ പറയാം. കട്ടികൂടി പാസ്റ്റർമാർക്ക് ശുശ്രൂഷയ്ക്കുള്ള അന്യഭാഷ. നക്ഷത്ര വിപക്ഷ പക്ഷ ലക്ഷങ്ങളും തൽക്ഷണം അത്ര കണ്ടാൽ ഇതാകുമ്പോഴത്തേക്ക് പാസ്റ്റർമാർക്ക് ഉപയോഗിക്കാം. കാരണം കേൾക്കുന്നവർ പേടിക്കും. കംപ്ലീറ്റ് ഇച്ഛായാണല്ലോ. ആമേൻ. ഇച്ചിരി നീളമുള്ളത് വേണമെങ്കിൽ ധന്വന്തിരി ക്ഷമണമൻ അമരശൃംഗാശങ്കു വേതാളപ്പെട്ട കടകർപ്പര കാളിദാസ യാദോ പരാഗമകര് നവദേശമായ രത്നാനി വൈർ വരുജർ നവരത്ന വിക്രമസ്യ. അരമണിക്കൂർ പറയാം. പക്ഷെ ചിലർ അന്യഭാഷയൊക്കെ എടുത്ത് നമ്മളെ കഷ്ടമായിട്ട് പഠിച്ചാൽ അതിനകത്ത് രാമ ഭൂമ ധാമ എന്നൊക്കെ കാണും. ശരിക്കാൻ പറഞ്ഞല്ല, പക്ഷെ അതിനകത്തൊരു ചിരിയെ കൊണ്ട് ശരിയാ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, സത്യമില്ലാത്തിടത്ത് പറയുന്ന അന്യഭാഷയൊന്നും ദൈവത്തിൻ്റെ അല്ല. ആമേൻ. പരിശുദ്ധി ഇല്ലാത്തിടത്ത് പറയുന്നതൊന്നും ദൈവത്തിൻ്റെ അല്ല. ആമേൻ. സ്തോത്രം. ഈ 2 ദിവസം ആമേൻ ഞായറാഴ്ച ആരാധന കൊണ്ട്, ആമേൻ, ഞായറാഴ്ച രാത്രി എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ വരുന്നുണ്ട്. അതുവരെ ഞാനിവിടെ ഉണ്ട്. ആമേൻ. നമ്മൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ടേ പോകൂ. ആമേൻ. ഈ ആത്മാവിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇത് കൃപയുടെ ആത്മാവാണ്. അപ്പം ഇതുള്ളിടത്ത് എന്തുണ്ട്? കൃപയുണ്ട്. ആമേൻ. ഇത് ജീവന്റെ ആത്മാവാ. ഇതുള്ളിടത്ത് എന്തുണ്ട്? ജീവനുണ്ട്. ഇത് വാക്തത്വ പരിശുദ്ധാത്മാവാ. അപ്പൊ ഇതുള്ളിടത്ത് എന്തുണ്ട്? വാക്തത്വമുണ്ട്. എനിക്ക് വാക്തത്വമുള്ളവരെ അവർ പറയുമൊന്നും വേണ്ട. ഇന്നാരെന്നോട് പ്രവചിച്ചു, ഭാര്യാപുരം യോനാച്ചാൻ പറഞ്ഞു, കൂടുതൽ കുഞ്ഞുമോൻ പറഞ്ഞൊന്നും പറയണ്ട. വാക്തത്വമുള്ളവൻ്റെ മോന്ത കണ്ടാൽ എനിക്കറിയാം. വാക്തത്വമുള്ളവരുടെ മുഖം കണ്ടാൽ എനിക്കറിയാം. ആമേൻ. വാക്തത്വമില്ലാത്തവൻ വന്ന് കൺവെൻഷനിൽ ചത്തു കുത്തിയിരുന്നു പോകുന്നത് എനിക്ക് വിരോധമല്ല, കസേര ഉള്ളതുകൊണ്ടിരുന്നു. പക്ഷെ വാക്തത്വമുള്ളവൻ്റെ ആരാധന, വാക്തത്വമുള്ളവൻ്റെ ആരാധന, അവൻ്റെ ഇരിപ്പ്, അവൻ്റെ കയ്യടി, അവൻ്റെ സ്തോത്രം, അവൻ്റെ നല്ലൊരു ജീവിതം കണ്ടാൽ അറിയാം അവൻ്റെ അകത്ത് വാക്തത്വമുണ്ട്. അവൻ്റെ അകത്ത് വാക്തത്വമുണ്ട്. അവൻ്റെ അകത്ത് വാക്തത്വമുണ്ട്.
ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ, ആമേൻ. ഞാൻ മധ്യ തിരുവിതാംകൂറിൽ നിന്നാണ് വരുന്നത്. അവിടെ ചിലയിടത്തൊന്നും ഇതുപോലെ മൈക്കൊന്നും കയ്യിലെടുക്കാൻ സമ്മതിക്കുകയില്ല. സ്റ്റാൻഡേ വെച്ച് പ്രസംഗിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെയുള്ളവരെ അവർ വിളിക്കത്തുള്ളൂ. അവർ മൈക്കെടുക്കാൻ സമ്മതിക്കത്തില്ലെന്നല്ല, പലരും സ്വർഗത്തിൽ പോകാനും സമ്മതിക്കുകയില്ല. അതാണ് ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. അവർ പലരും സ്വർഗത്തിൽ പോകാനും സമ്മതിക്കുകയില്ല, നന്നായിട്ട് ജീവിക്കാനും സമ്മതിക്കുകയില്ല, അഭിഷേകം പ്രാപിക്കാനും സമ്മതിക്കുകയില്ല. കാരണം അവരുടെ മേൽ വ്യാപരിക്കുന്നത് വേറെ ആത്മാവാ. നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾക്ക് ആ കാര്യത്തിലൊക്കെ ഞാൻ വെറുതെ പറയാൻ സംശയം തോന്നണ്ട. പക്ഷേ ഒരു വാക്യം എനിക്ക് കാണാപ്പാടെ അറിയാം. ആമേൻ. മർക്കോസ് 10:35 യേശു സബദി മക്കളോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു? അവർ പറഞ്ഞു, നിൻ്റെ മഹത്വത്തിൽ നിൻ്റെ ഇടത്തും 2 കസേര മാത്രം. എന്നാ അഭിഷേകമാണേലും കൊള്ളാം, സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് 2 കസേര മാത്രം. നിൻ്റെ ഇടത്തും വലത്തും ഒന്ന്. യേശുവിൻ്റെ കൂടെ നടക്കുന്നത്, യേശുവിൻ്റെ കൂടെ. പക്ഷേ യേശുവിൻ്റെ കൂടെ നടക്കുന്നത് 12 ഇത് തണ്ടർ ബോയ്സ് എന്നാ പേര്, ഇടിമക്കൾ. അവർ പറയാണ് നിൻ്റെ ഇടത്തും വലത്തും. ബാക്കി 10 പേർക്കും ഇത് കേട്ടിട്ട് നീരസമുണ്ടായി എന്ന് യേശു ഹൃദയത്തിൽ അറിഞ്ഞിട്ട് ആ 10 പേരോട് യേശു വിളിച്ച് മറ്റവർ 2 പേര് കേൾക്കാതെ പറഞ്ഞു, അവരുടെ ഉള്ളിൽ ലോകത്തിൻ്റെ പ്രഭുക്കൾ കർത്തൃത്വം നടത്തുന്നു. നിങ്ങൾ പറ, നടക്കുന്ന ആരുടെ കൂടാ? യേശുവിൻ്റെ കൂടെ. അവർ അകത്ത് കർത്തൃത്വം നടത്തുന്നാരാ? ലോകത്തിൻ്റെ രക്ഷകനല്ല, ലോകത്തിൻ്റെ പ്രഭു പിശാച്. അവൻ കൈ ബൈബിളുണ്ട്. ഞായറാഴ്ച ആരാധനയും വേണേ നടത്തും, വേണമെങ്കിൽ. പക്ഷെ അകത്ത് കർത്തൃത്വം ആരാ? ലോകത്തിൻ്റെ. ആമേൻ, ആമേൻ. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യമാണ് ഭയങ്കരം. ഫിലിപ്പിയിലെ കസേരയിൽ ഇരുന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. പറഞ്ഞതാരാ? സർവശക്തൻ. സൃഷ്ടിപ്പിൽ പിതാവായും വീണ്ടെടുപ്പിൽ പുത്രനായും സഭയെ ഒരുക്കുന്നതിൽ പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ ജഡത്തിലെ അമേൻ വെളിപ്പെട്ട് വന്ന ക്രിസ്തു. അമേൻ. ആ ക്രിസ്തു സത്യദൈവ. ഇത് പറയുമ്പോൾ യേശുവിന് മുമ്പിൽ 12 പേരിരിക്കുക. എത്ര പേരാ? 12 പേര്. അവരെ ഇരുത്തിക്കൊണ്ടാണ് കർത്താവ് പറഞ്ഞേ. ഞാൻ ചോദിക്കുന്നു, യേശുവിന് ഇന്നലെയും ഇന്നും എന്നേക്കും ദൈവമാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ സംഭവിച്ചത് യേശുവിന് അറിയാവോ? സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിയാവോ? സംഭവിക്കാൻ പോകുന്ന അറിയാമോ? അപ്പോൾ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ കൊറോണ വരുമെന്ന് യേശുവിന് അറിയായിരുന്നോ? അത്രയും നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. എന്നാണെന്നറിയോ? യേശു അത് പറയുമ്പോൾ യേശുവിന് അറിയായിരുന്നു കൊറോണ വരും, ലോക്ക്ഡൗൺ ഉണ്ടാകും. എങ്കിലും ഞാൻ എൻ്റെ സഭയെ പണിയും. എന്താ കാര്യം? ഏത് കൊറോണ വന്നാലും പരിശുദ്ധാത്മാവുണ്ടല്ലോ. ആമേൻ. കേട്ടോ? സ്കൂൾ അടച്ചു, കോടതി അടച്ചു, കടയടച്ചു, റോഡ് അടച്ചു. ആമേൻ. കോളേജ് അടച്ചു. ആമേൻ. മാൾ അടച്ചു, എയർപോർട്ട് അടച്ചു, റെയിൽവേ സ്റ്റേഷൻ അടച്ചു. സ്വർഗം തുറന്ന് തന്നെ കിടന്നു. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ആമേൻ, ആമേൻ. നാളെ പ്രസംഗിക്കാൻ പോകുന്ന എന്നാന്നുള്ളതിൻ്റെ ഒരു ചെറുത് ഞാനിന്ന് പറയാം. എല്ലാവരും കൂട്ടിക്കൊണ്ട് പോരെ. ഇനി കൺവെൻഷനൊക്കെ വളരെ കുറവായിരിക്കും, ക്രൂസൈഡൊക്കെ കുറവായിരിക്കും. പക്ഷേ നീ പച്ചക്കറി മേടിക്കാൻ പോകുന്നിടത്ത് പൊതിഞ്ഞ് തരുന്നതിന് ഭൂതം ഇളകും. നീ പച്ചക്കറി മേടിക്കാൻ പോകുന്ന കടയിൽ നിനക്ക് വെണ്ടയ്ക്ക പൊതിഞ്ഞ് തരുന്നവന് ഭൂതം ഇളകും. എന്നാന്നറിയോ? നിൻ്റെ കൈ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ. ഇത് വീട്ടമ്മയോടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞത് ബൈബിൾ കോളേജിൽ പഠിച്ചവരോടല്ല, നിന്നോടാ പറഞ്ഞേ. നീ ബസ്സേ കയറിയാൽ നിൻ്റെ അടുത്തിരിക്കുന്നവർക്ക് ഭൂതവളകും. എന്നാന്നറിയോ? നിൻ്റെ മേലൊരു കൃപയുണ്ടാകും, നിൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. എത്ര പേർക്ക് ഞാൻ മനസ്സിലാക്കുന്നു? നീ കൊളുന്ത് നുള്ളാൻ പോകുമ്പം തേയിലക്കാട്ടിൽ നിൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് രോഗശാന്തി ഉണ്ടാകും.
ഇനി ദൈവം ചെയ്യാൻ പോകുന്നത് വലിയ പ്രസംഗകരെ കൊണ്ടല്ല. കമോൺ, സാധാരണക്കാരായ എസ്റ്റേറ്റിലെ പാവപ്പെട്ട തൊഴിലാളികൾ, ആമേൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആ അഭിഷേകമാണ് നിന്റെ മേൽ വ്യാപരിക്കേണ്ടത്. ആ അഭിഷേകമാ അതിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആ അഭിഷേകം നീ കാല് ചവിട്ടുന്നിടത്തല്ല ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക. കുഞ്ഞുങ്ങളോടൊരു കാര്യം പറയാം. മക്കളെ, നിങ്ങൾ എന്തായാലും എൻ്റെ ഫ്രണ്ടിൽ വന്നു. നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങളാണെന്നറിയാം. നിങ്ങൾ യേശുപ്പത്തിന് വേണ്ടി ഹൃദയം കൊടുത്താൽ മതി. നിൻ്റെ പള്ളിക്കൂടത്തിൽ അഭിഷേകം നടക്കും. നീ ഇരിക്കുന്ന ബെഞ്ചിൽ ദൈവശക്തി വ്യാപരിക്കും. ടീച്ചർ നിന്നെ വഴക്ക് പറഞ്ഞാൽ ടീച്ചറെ കൊണ്ട് ദൈവം അന്യഭാഷ പറയിപ്പിക്കും. നിൻ്റെ സ്കൂളിൽ ദൈവം പ്രവർത്തിക്കും. ആമേൻ പറ മക്കളെ, ആമേൻ പറ മക്കളെ. എനിക്കത് ആഗ്രഹം. കുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണം. കോളേജുകളൊക്കെ തീ കത്തണം. കോളേജിലൊക്കെ സ്കൂൾ മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്തണം. അവൻ എൻ്റെ കൂടെ എത്ര പേരുണ്ട്? ഇന്ന് എത്ര പേരുണ്ട് എൻ്റെ കൂടെ? ഇന്ന് ഈ പന്തലിനകത്ത് ഈ പുറത്തിരിക്കുന്നതിൽ ആമേൻ 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 എന്ന് പറയാൻ എത്ര പേരുണ്ട്? മുഖ്യധാര പത്രങ്ങളിൽ അച്ചടിച്ചു വരുന്നു. അവൻ പെന്തക്കോസ്തിന്റെ ശക്തി കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായവർ വരെ വ്യാപരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം അവൻ കേരളത്തിന്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ അത് വെളിപ്പെട്ടു വരുന്നു. ഇതിന് ആമേൻ പറയുന്നവർ അത് സംഭവിക്കണമെന്ന് സ്വന്തം തലയിൽ കൈവച്ചു പറ. അത് എൻ്റെ മേൽ ഇറങ്ങട്ടെ, അത് എൻ്റെ മേൽ ഇറങ്ങട്ടെ, അത് എൻ്റെ മേൽ ഇറങ്ങട്ടെ, അത് എൻ്റെ മേൽ എൻ്റെ മേൽ എൻ്റെ മേൽ എൻ്റെ മേൽ ഇറങ്ങട്ടെ. ആമേൻ ആമേൻ. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് യേശു പറയുമ്പോൾ ഫ്രണ്ടിൽ എത്ര പേരുണ്ടായിരുന്നു? 12 പേര്. അതാണ് ലോകത്തിലെ ആദ്യത്തെ സഭ. എത്ര പേര്? 12 പേര്. ഈ 12 പേരെ ഞാൻ 7 ഗ്രൂപ്പാക്കാൻ പോവാം. അഭിഷേകം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതുവരെ കേട്ടതൊന്നും അല്ല, അതിനപ്പുറത്തൊരു കാര്യമുണ്ട്. അതൊന്ന് പറയാനാണ് ഞാൻ വന്നേക്കുന്നത്. ഈ 12 പേരിൽ ഒരു പുള്ളി പത്രോസാ. പുള്ളിയുടെ കയ്യിൽ എന്തുണ്ട്? വാളുണ്ട്. പുള്ളി ഒറ്റ വെട്ടുവെട്ടിയപ്പോൾ കാത് മുറിഞ്ഞില്ലയോ? കത്തിയ ഇവിടെ ഹൈറേഞ്ചുകാർക്ക് നല്ല പറയാം. അങ്ങനെയാണ് എൻ്റെ തലേ ദിവസവും പുള്ളിയെ തേച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയാവുന്നവരെ ഇവർക്ക് അത്ര മനസ്സിലാകത്തില്ല. ഇവർ ഈ കത്തി സ്ഥിരം കൈകാര്യം ചെയ്യുന്ന ഇവരോട് ചോദിക്കാം. അങ്ങനെ നമ്മൾ ഈ ഹൈറേഞ്ചുകാർ എപ്പോഴും മമ്മട്ടി കത്തി ഒറ്റ വെട്ടിന് കാത് മുറിയണമെങ്കിൽ എൻ്റെ തലേ ദിവസവും പുള്ളി 3.5 കൊല്ലമായിട്ട് തേക്കാതിരിക്കുന്ന കത്തിയാണത്. ആണോ? അതിൻ്റെ തലേ ദിവസം പുള്ളി തേച്ച് ആരുടെ കൂടെ നടപ്പ്. ഇതാണ് 1. ഗ്രൂപ്പ് നമ്പർ 1. സഭയിലെ വിശ്വാസിയാണ്. ഫ്രണ്ടിലിരിക്കുന്ന 12 പേരിൽ 1. രണ്ടാമത്തെ തോമാച്ചനാണ്. ആര്? തോമാസ് ലീഗ. ആ പുള്ളി പറഞ്ഞ് കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ. ഇങ്ങനെ ലായസറിനെ വിപ്പിച്ച കണ്ടില്ലേ? പച്ചവെള്ളം വീഞ്ഞായത് കണ്ടില്ലേ? കുരുടൻ കാഴ്ചയായി കണ്ടില്ലേ? ഇനി ഇങ്ങോട്ട് എന്താ കാണാൻ? അങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ കണ്ടാലും രക്തസ്രാവക്കാരി നോക്ക്. അവർക്ക് യേശുവിൻ്റെ മുഖവും കാണണ്ട, യേശുവിൻ്റെ കയ്യും കാണണ്ട, യേശുവിൻ്റെ കാലും കാണണ്ട, മസിലും കാണണ്ട, ഒന്നും കാണണ്ട. പുറകിലോ തുണിയായാലും കാറ്റത്ത് പറന്ന് കിടക്കുന്ന പാസ്റ്റർക്ക് വിഷമം ഉണ്ടാകത്തില്ലേ? നമ്മൾ രണ്ടുപേരും കൂടി ഒരു കാര്യം പറയാൻ പോവാം. ഇന്ത്യയിലേക്ക് AD 52 തോമാസ് ലീഗ വന്നതിന് പകരം ആ രക്തസ്രാവക്കാരി വന്നാൽ മതിയായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? സന്തോഷമായിട്ട് നിൽക്കുക. കാരണം ഈ തോമാസ് ലീഗ വന്ന് ഇവിടെ കുറേ തോമാച്ചന്മാരെ ഉണ്ടാക്കി വെച്ച് പോയല്ലോ. കാരണം വിശ്വസിക്കാത്ത കുറേ എണ്ണം. ഇത് ഗ്രൂപ്പ് നമ്പർ 2. മൂന്നാമത്തെ ഗ്രൂപ്പ് മറ്റേ പുള്ളികളാ. ആര്? തണ്ടർ ബോയ്സ്. എന്താ വേണം അവർക്ക്? കസേര വേണമെന്ന് പറയുന്നത്. ഗ്രൂപ്പ് നമ്പർ 3. 4ാമത്തെ ഗ്രൂപ്പ് യൂദ. കൂടെ നടന്ന് തിന്നേച്ച് നാണം കെട്ടവൻ, നന്ദിയില്ലാത്തവൻ, വൃത്തികെട്ടവൻ. വിഷമമില്ലല്ലോ അല്ലേ? അത്രയൊക്കെ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അല്ല എങ്ങനെ ഇത് നമ്മുടെ ഇതൊന്നും തീർക്കണ്ടേ? എന്നിട്ട് യേശുവിനെ ഒറ്റിക്കൊടുത്തു. അവൻ തൂങ്ങിച്ചത്ത്. അതുകൊണ്ട് അവൻ്റെ വിഷയം വിട്, പോട്ട്. ഇപ്പം എത്ര? ഗ്രൂപ്പ് നമ്പർ 4. 5ാമത്തെ ഗ്രൂപ്പ് പീലിപ്പോസാണ്. പീലിപ്പോസിനോട് യേശു ചോദിക്കുന്നു, ഈ ജനത്തിന് തിന്മാൻ നമ്മൾ എവിടെ നിന്ന് അപ്പം കൊടുക്കും? ശരിയാണോ? ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്ന ഇതുവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. എൻ്റെ കാര്യം ഇയാൾ പറയുന്നത് നമ്മുടെ 200 വെള്ളിക്കാശ് ഉണ്ട്. സത്യത്തിൽ ക്യാഷ്യർ ആര്? സഭയുടെ യൂദ. പക്ഷേ കറക്റ്റ് കണക്കാരുടെയിലുണ്ട്. ആ സൈസ് ചിലത് നമ്മുടെ സഭയിലുണ്ട്. അയാൾക്കറിയാം സഭയ്ക്ക് കല്ല് മേടിച്ച് എത്ര, സിമെൻറ്റ് എത്ര ചാക്ക് മേടിച്ച്. കാരണം ഏത് ജോലിയൊന്നും അല്ല. എന്നാലും യൂദ കക്കാതിരിക്കാൻ
ഇങ്ങേര് കണക്കെഴുതി വെക്കും. ദാറ്റ് ഇസ് നൺ ഓഫ് ഹിസ്. അന്നേരം ചെയ്യും. ഇത് എത്രാമത്തെ ഗ്രൂപ്പ്? 5ാമത്തെ ഗ്രൂപ്പ്. ഗ്രൂപ്പ് നമ്പർ 6 അതാരാന്നറിയാമോ? അന്ത്രയോസ് ഉപദേശി, ആൻഡ്രൂസ്. പുള്ളിയുടെ അപ്പമില്ല, പുള്ളിയുടെ പൈസയും ഇല്ല, പക്ഷേ അപ്പം ഉള്ളവരുടെ നമ്പർ പുള്ളിയുടെ ബൊമ്മയിലുണ്ട്. ആരുടെ കയ്യിൽ 5 അപ്പം ഉണ്ട്, 2 മീനുണ്ട്, ഇത് പുള്ളിയോട് ചോദിച്ചാൽ മതി. എൻ്റെ സോജ, എനിക്കിന്ന് 35 കൊല്ലം വയസ്സ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല ഇത് അയാൾ എങ്ങനെ കണ്ടുപിടിച്ചെന്ന്. നമ്മുടെ ഇടയിൽ ചില ആൾക്കാർക്ക് അപ്പം ഉള്ളവരെ മാത്രം അറിയാം, അവിടെ പോകുള്ളൂ. ഏഴാമത്തെ ഗ്രൂപ്പ് യേശുവിൻ്റെ മാറിൽ ചാരി കിടക്കുന്ന യോഹന്നാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും പുള്ളി ഇഷ്ടമല്ലേ? അല്ലേ? എന്നാൽ കേട്ടോ, നമുക്കെല്ലാം പറയും മാറി ചാരി കിടക്കുന്ന യോഹന്നാനെ ഇഷ്ടമെന്ന്. പക്ഷേ കുഞ്ഞാടുകളെ മേയ്ക്കാൻ യോഹന്നാനെ ഏൽപ്പിച്ചില്ല. അത് ഇച്ചിരി വിട്ടിത്വവും ഇച്ചിരി എടുത്തിയാട്ടം ഉണ്ടെങ്കിലും പത്രോസിനെ ഏൽപ്പിച്ചേ. കാശിന് വകയില്ല. അതൊരു പോസ്റ്റർ ഒട്ടിക്കാൻ പശ പോലും തേക്കാതെ എപ്പോഴും ഉപവാസമാണെന്ന് പറഞ്ഞ് നെഞ്ചത്ത് ചാരി കിടക്കുന്ന കുറേ എണ്ണം സഭയ്ക്കകത്തുണ്ട്. ഒരു പശ പോലും ഒട്ടിക്കാൻ വരികയല്ല. യോഹന്നാനാണെന്ന്. യോഹന്നാൻ ഞാൻ എപ്പോഴും മാറയിലായിരിക്കുമെന്ന്. സ്വോത്ര കാഴ്ച ഇടാൻ നേരത്തും പുള്ളി മാറയിലായിരിക്കും. പൈസ എടുത്തിടുകയല്ല. പ്ലീസ്. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ചാടനെ ചാടിക്കോണം, തുള്ളനെ തുള്ളിക്കോണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ 7 ഗ്രൂപ്പിൽ യൂദായെ വിടുന്നു. ബാക്കി 6 ഗ്രൂപ്പ് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവരാണ് ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ. കുറവുണ്ട്, ഇതേ കുറവുകൾ നമുക്കുണ്ട്. ഈ കുറവുകളെല്ലാം നമുക്കുണ്ട്. പക്ഷെ കർത്താവ് പറയാ, എൻ്റെ തീ നിന്റെ മേൽ വീണാൽ, പെന്തക്കോസ്തിന്റെ തീ നിന്റെ മേൽ വീണപ്പോൾ ഈ കുറവെല്ലാം മാറി, ഈ സൂറവെല്ലാം മാറി. ഇതേ പത്രോസ്, ഇതേ അന്ത്രയോസ്, ഇതേ ഫിലിപ്പോസ്, അവര് ഭൂലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കുന്നവരായി. ആ തോമസ് അല്ല ഇവിടെ വന്ന്, ആ തോമസ് അല്ല, വേറെ തോമസാ, അഭിഷേകമുള്ള തോമസ്. അർക്കാ ജഗദാനംദല ബൗഡ ജാനാ സീബ രാജാ മന്ദാരേ അബാജേ അംദൽ ഗൗഡ ജഗദാനംദല ബൗഡ जा ओ रत्ता लग जाने ओ रीबालम दल बौड़ा जगदा जाना संदाला ओ रिक्तल बौड़ा जा ओ रगजा जगदमनम दल बौड़ा जान बलामा से ओ रीगा संदाले ओ रगजा लगदमनम दल बौड़ा जान बलंदाले ओ रिक्ते रगजमन आजा लगदा ओ राबा से लजमो रगजे ओ रिक्तल बौड़ा जगदा लगदमने ओ ऐसे मोसे ഓ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി, ഓ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി തൊടട്ടെ, തൊടട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവ് അനേകരെ തൊടുന്നേ. ഓ വിട്ടുകൊടുക്ക, വിട്ടുകൊടുക്ക, ശരീരങ്ങളെ വിട്ടുകൊടുക്ക. കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ, ആരാധിക്കാൻ. ഈ ഗ്രൗണ്ട് മുഴുവൻ ആരാധന കൊണ്ട് നിറയട്ടെ. ദൈവശക്തി, 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 ദൈവശക്തി. ശരീരങ്ങളെ വിട്ടുകൊടുക്കാൻ, ശരീരങ്ങളെ വിട്ടുകൊടു. നിനക്ക് കുറ്റമുണ്ട്, നിനക്ക് കുറവുണ്ട്, എന്നാൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. ദൈവം നിന്നെ ഉപയോഗിക്കാൻ. അഭിഷേകം മതി, അഭിഷേകം. അഭിഷേകം നിന്റെ ജീവിതത്തെ മാറ്റും. അഭിഷേകം നിന്റെ സ്വഭാവത്തെ മാറ്റും. അഭിഷേകം നിന്റെ പ്രസംഗത്തെ മാറ്റും. അഭിഷേകം നിന്റെ പാട്ട് മാറ്റും. അഭിഷേകം നിന്റെ ജീവിതത്തിന്റെ മേഖലകളെ മാറ്റും. Oh, che shakam, oh, che. Riba lamdo so, ragase, labase. ഒരു മിനിറ്റ്. സേവ്. നമുക്ക് ഇനി ആരാധിക്കണം. ഓക്കെ, യു ആർ റെഡി? ഓക്കെ, എൻ്റെ കൂടെ ഉണ്ടല്ലോ. അമ്മേ സ്വത്രം. ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളോട്, ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവം എന്നെ ഈ കഴിഞ്ഞ 2.5 വർഷം ഫുൾ വെളിപ്പാടി കൂടെ നടത്തിയ ഫുൾ റെവലേഷൻ ആയിരുന്നു. അമേൻ. മുട്ടിന്മേൽ മണിക്കൂറുകൾ പാദത്തിൽ ഇങ്ങനെ ഇരിക്കും. ദൈവം എന്നോട് പറഞ്ഞു, അമേൻ, അബ്രഹാമിന് ഹാഗാറിൽ അമേൻ ഇസ്മായിൽ ജനിച്ചു. 16-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി 16-ാം അധ്യായത്തിൽ. 17-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം വന്നിട്ട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവം എന്ന് പറഞ്ഞു.
അപ്പോൾ തമിഴിൽ എഴുതിയിരിക്കുന്നത് എനിക്കിഷ്ടം. സാഷ്ടാംഗം വീണെന്നാണ് മലയാളത്തിൽ. എനിക്ക് തമിഴ് ഇഷ്ടം. മൂക്കം കുപ്പറമ. അന്ന് മുതൽ പാസ്റ്റർ ഞാൻ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മൂക്ക കുപ്പുറമ. തമിഴ് എന്നാ ഭാഷ? മൂക്ക കുപ്പുറമ. മുഖം അടിച്ച് താഴോട്ടങ്ങ് വീഴുക, മുഖം മുട്ടിച്ച് താഴെ. അബ്രഹാം മുഖം നിലത്ത് മുട്ടിച്ച് കർത്താവിന്റെ പാദത്തിൽ വീണപ്പോൾ അത് 17 ദൈവം അവന്റെ വീട്ടിൽ വന്നു. 17 അവൻ താഴെ ദൈവത്തിന്റെ പാദത്തിൽ വീണു. 18 ദൈവം അവന്റെ വീട്ടിൽ വന്നു. ഒന്ന് വീഴാമോ നിനക്ക്? കർത്താവിന്റെ പാദത്തിൽ ഒന്ന് വീഴാമോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ വിചാരം ദൈവം ഇങ്ങനെ എൻ്റെ അടുത്ത് നിൽപ്പുണ്ടെന്നാ. ഞാൻ എന്ത് ചെയ്യുന്നറിയോ? അവിടെ തന്നെ ഇങ്ങനെ ഈ കാലെൻ്റെ കയ്യിലുണ്ടെന്നാ എൻ്റെ വിചാരം. കർത്താവ് അവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. കാലിലോട്ട് വീഴി ഞാൻ അവിടെ കിടക്കും, ഒന്നും പറയത്തില്ല. ആ കാല് കണ്ണുനീര് കൊണ്ടൊക്കെ കഴുകും. എന്താ സംഭവിച്ചെന്നറിയാമോ? 16 ഇസ്മായേൽ, 17 അബ്രഹാം വീഴുന്നു, ദൈവം വരുന്നു. 19 ലോത്ത് പിരിഞ്ഞു. ലോത്ത് അത് അബ്രഹാമിന്റെ നന്മയാ. പിരിയേണ്ടത് നമ്മൾ പറയാതെ പിരിയും, പോകേണ്ടത് പോയിരിക്കും. ആമേൻ. 20, 21 ഹാഗാർ ഇസ്മായേലും പോയി. 22 മോര്യാമലയിൽ ആടിന്റെ കൂടെ നിൽക്കിയ അബ്രഹാം. വെളിപ്പാടാ. അങ്ങനെ ഞാനിങ്ങനെ വ്യത്യാസപ്പെട്ടെ പോകേണ്ടതെല്ലാം പോവാ. അമ്മേൻ. മുഖ കുപ്പുറമാ ഉളുന്ന ഉടനെ കർത്തർ വന്നാര്. എതുക്ക് വന്നാര്? എല്ലാവരും പറയും സാറ എന്തുണ്ടാക്കി? മൈക്കെടുത്തു ഒരു മൈക്ക് അങ്ങ് എടുത്തു. അമ്മേൻ. സാറ എന്തുണ്ടാക്കി? ദൈവം വന്നപ്പോ സാറ എന്തുണ്ടാക്കി? പറഞ്ഞാൽ സമ്മതിക്കാം. ബൈബിളിൽ എഴുതി പറഞ്ഞു എന്തുണ്ടാക്കി? അപ്പം ഉണ്ടാക്കി. നമ്മുടെ ഇവിടുത്തെ ഉള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറ പൊറോട്ട ഉണ്ടാക്കി, അപ്പം ഉണ്ടാക്കി. അപ്പോൾ അവിടുത്തെ പുരുഷന്മാരെല്ലാം കൂടെ എന്നെ ചെയ്തു? അവരെ ഇറച്ചി ഉണ്ടാക്കി. ഒരു കിടാവിനെ കൊന്ന് അപ്പുറത്ത് എന്തുണ്ടാക്കി? ഇപ്പുറത്ത് എന്തുണ്ടാക്കി? ഇവിടെ അപ്പം ഉണ്ടാക്കുന്നു, അപ്പുറത്ത് ഇവിടെ അപ്പം ഉണ്ടാക്കുന്നു. ഇതിനകത്തോട് കയറട്ടെ. ഇവിടെ അപ്പം ഉണ്ടാക്കുന്നു, ഇപ്പുറത്ത് ഇറച്ചി ഉണ്ടാക്കുന്നു. അപ്പൊ അപ്പുറത്ത് അപ്പം ഉണ്ടാക്കുന്നു, കറക്റ്റ് അല്ലേ? അപ്പുറത്ത് അപ്പം ഉണ്ടാക്കുന്നു, ഇപ്പുറത്ത് ഇറച്ചി ഉണ്ടാക്കുന്നു. ശരിയാകുന്ന അറിയാനാ. ദൈവം ഇവിടെ ഇരിക്കുന്നു അല്ല, മമ്മറയുടെ തോപ്പിലിരിക്കുന്നു. എന്തിനിരിക്കുന്നു? അനുഗ്രഹിക്കുവാൻ, ഇറച്ചിയും പൊറോട്ട തിന്നാനല്ല. അത്ര ഒരു വെളിപ്പാടുണ്ട്. ഞാൻ കുറെ സ്ഥലത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് അപ്പം ഇറച്ചി തിന്നാനിരിക്കും. എനിക്ക് വിശന്താ. ഞാൻ നിന്നോട് ചോദിക്കൂ, സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിന്? അപ്പം ഇറച്ചി തിന്നാണോ? അല്ല, അനുഗ്രഹിക്കാനല്ല. അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് വാഗ്ദത്തം ഓർപ്പിക്കാൻ. വാ, കെട്ടു പൊട്ടിയിട്ടില്ല. ഒരുപാട് പേരുടെ കെട്ടു പൊട്ടിയിട്ടില്ല. അവരിപ്പോഴും പാരമ്പര്യത്തിന്റെ വേലിക്കകത്ത് കിടക്കുക. ഒരുപാട് പേരുടെ കെട്ട് ഇതിനകത്ത് ഇനിയും പൊട്ടാനുണ്ട്. പൊട്ടട്ടെ. പാരമ്പര്യത്തിന്റെ ഒരു കയറൊന്ന് പൊട്ടിക്കാം. നമുക്കൊരു കയറൊന്ന് പൊട്ടിച്ചാലോ? ഒരു പാരമ്പര്യത്തിന്റെ കയറൊന്ന് പൊട്ടിച്ചാലോ? എന്റെ കൂടെ നിൽക്കുമോ? മുടന്തന്റെ അടുത്ത് പത്രോസ് യോഹന്നാനി ചെന്നില്ലേ? ചെന്നിട്ട് എന്ത് പറഞ്ഞു? മുടന്തനോട് 2 ഉപദേശിമാര് പത്രോസ് യോഹന്നാനി ചെന്ന് എന്നാ പറഞ്ഞു? വെള്ളിയും പൊന്നും ഞങ്ങളുടെ പക്കലില്ല, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ്. അപ്പൊ ഉപദേശി അവനോട് എന്തൊക്കെ ചെയ്യാനാ പറഞ്ഞേ? പറഞ്ഞു അടുപ്പിച്ചു പോയി എഴുന്നേക്കണം, നടക്കണം. കറക്റ്റ് അല്ലേ? അപ്പൊ സഭയുടെ പാസ്റ്റർ, ഇവരുടെ ചിലരുടെ പ്രശ്നം, അവരുടെ പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ഒന്നും ഇളകരുതെന്ന്. അതായത് സഭയുടെ പാസ്റ്റർ അവർ നോക്കുന്നത് പാസ്റ്റർ സ്റ്റേജിൽ ഇളകുന്നുണ്ടോ? കാരണം വിശ്വാസം അവിടെ ഇരിക്കുമല്ലേ, ഇങ്ങനല്ലേ ഇരിക്കുന്നേ. അപ്പൊ പാസ്റ്റർ ഇളകുന്നില്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച പടുക്ക് പറയും.
മനസ്സിലാകുന്നുണ്ടോ? അതൊന്ന് പൊട്ടിക്കാൻ പോവാം. ആ കരക്കാരൻ പൊട്ടിയാണ്. അപ്പൊ ചോദ്യം, പാസ്റ്റർ എന്നാ പറഞ്ഞേ ഈ മുടന്തനോട്? എഴുന്നേക്കണം, നടക്കണം. പക്ഷെ മുടന്തൻ എന്ത് ചെയ്തു? ചാടി കുതിച്ചു, ആരാധിച്ചു. അനുസരണം കെട്ടവൻ. അവനോട് ഉപദേശം എന്താ പറഞ്ഞ? സൗഖ്യമാക്കിയാളെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നടക്കാനേ പറഞ്ഞോളൂ. പക്ഷെ അവൻ തുള്ളി ചാടി കുതിച്ചു. അതാ ഞാൻ പറഞ്ഞ അനുസരണം കെട്ടവൻ എന്നെ പോലെ. ആമേൻ. അവനോട് ചോദിക്ക്, എടാ പാസ്റ്റർ ചാടാൻ പറഞ്ഞോ എന്നോട്? ഇല്ല. പാസ്റ്റർ എഴുന്നേക്കാനല്ലേ പറഞ്ഞേ, നടക്കാനല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ അവന്റെ മറുപടി, നരിയാണി ഉറച്ചത് പാസ്റ്ററുടെ അല്ല, എന്റെ. പൊട്ടട്ടെ, കുറെ കെട്ടൂടെ പൊട്ടട്ടെ ഇന്ന് രാത്രി. ദൈവം തൊട്ടെങ്കിൽ, ദൈവം നിന്നെ തൊട്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പാരമ്പര്യത്തിന്റെ വേലികൾ പൊട്ടിച്ച് കർത്താവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുത്ത് ആരാധിക്കാൻ, ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ അഭിഷേകത്തിന്റെ ശക്തി ഈ രാത്രി ഇറങ്ങട്ടെ. Randala bauda jana se raga jo samajo ruda maptal bauda jagada lamde raja ro jabale oh 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 say oh yeah say oh ramde say ആരാധിക്ക്, ദൈവത്തെ ആരാധിക്ക്. ആമേൻ. വാഗമണ്ണ് മുഴുവൻ അഭിഷേകത്താൽ നിറയട്ടെ. വാഗമണ്ണിന്ന് രാത്രി ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയട്ടെ. Shaka say lama so hey samba say kama so Rakha ramda lauda jagada sandala bauda jaga mana say baba le oh raka say lama say കർത്താവിനെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ, സന്തോഷത്തോടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. അടുത്തിരിക്കുന്നവരോട് പറ, പോകാൻ തോന്നുന്നില്ലെന്ന് പറ. വിടാതിരിക്കാനുള്ള വഴിയത്. അങ്ങനെയാണ് ഞാനിങ്ങനെ വിടാതിരിക്കുന്നത്. സ്വത്രം. ആമേൻ. എങ്ങനെ പിരിഞ്ഞു പോന്നേ? ആമേൻ. ഇച്ചിരി സാമ്പാർ ഇരിപ്പുണ്ട് വീട്ടിൽ. അത് എന്തോ ആയി കാണുമെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. ചെന്നാലേ അറിയത്തുള്ളൂ അതിൻ്റെ ഗതി എന്താണ്. ആമേൻ. ഇതിനേക്കാൾ നല്ലൊരു ഭക്ഷണമുണ്ടോ? ഉണ്ടോ മക്കളെ? ഇതിനേക്കാൾ നല്ലൊരു ഭക്ഷണമുണ്ടോ? ഇതിനേക്കാൾ നല്ലൊരു സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. 40-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, അവൻ എൻ്റെ വായിൽ പുതിയൊരു ബാക്കി പറ. അത് പാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാം. പലരും, അത് ദൈവത്തിന് സ്തുതി തന്നെ, പലരും അത് ഏത് കണ്ട് നിങ്ങൾ വിചാരിച്ചത് ഉപ്പാപ്പക്കളിയാന്നല്ലേ? ദൈവം എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നല്ലോ, അതാണല്ലോ പാടുന്നത്. പലരും അത് പാട്ടോ ബൈബിളിനാണോ തെറ്റ്? നമുക്കാണ് ഏതാണ് തെറ്റെന്ന് പറയാം. പലരും അത് കേട്ടെന്നാണോ കണ്ടെന്നാണോ? പാട്ട് കാണാൻ പറ്റുമോ? എന്നാ കേട്ടോ, ചിത്രയുടെ പാട്ട് കേൾക്കാനുള്ളതാ, യേശുദാസിൻ്റെ പാട്ട് കേൾക്കാനുള്ളതാ, MG സുകുമാരൻ്റെ പാട്ട് കേൾക്കാനുള്ളതാ. പക്ഷെ അഭിഷേകമുള്ളവൻ്റെ പാട്ട് കാണാനുള്ളതാണ്. അതൊന്നും വെളി മൈക്കിനകത്തൂടെ ഞാൻ കേട്ടായിരുന്നു അങ്ങ് ദൂരെ നിന്ന്, അതല്ല. റബ്ബർ തോട്ടത്തിൽ നിന്ന് കേൾക്കാനുള്ളതല്ല, ഗ്രൗണ്ടിൽ വന്നിരുന്ന് കാണണം. അതാ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പാട്ട്, അതാ അഭിഷേകത്തിൻ്റെ പാട്ട്. അതെ, ഈ ചിലര് വെളിയിൽ നിന്ന് കേട്ട് വന്നേ, അതെന്താ ചന്തയാന്ന് തോന്നുന്നു. എന്താ ചോദിക്കുന്നത്? ഞാൻ പറയുന്നത് ചന്തയാ. സംശയം എന്താ? ചന്തയിൽ പോയിട്ടുള്ളവർ കൈപൊക്കാട്ടെ. ചന്തയിൽ പോയിട്ടുള്ളവർ കൈപൊക്ക ധൈര്യമായിട്ട്. ഞാൻ പോയിട്ടുണ്ട്. ചന്തയുടെ പകുതി വരെ പോയിട്ടുണ്ട്. ഇങ്ങനെ പോയിട്ടില്ല പക്ഷേ, പിന്നെ നമ്മളൊക്കെ ചന്ത പോയിട്ടുണ്ട്. ചന്തയുടെ വെളിയിൽ നിന്നാൽ ബഹളമാ. ചന്തയുടെ വെളിയിൽ നിന്നാൽ പക്ഷെ അകത്ത് കയറിക്കേ, ഒരാൾ മീൻ മേടിക്കുന്നു, ഒരാൾ പച്ചക്കറി മേടിക്കുന്നു, ഒരാൾ തേങ്ങ മേടിക്കുന്നു, ഒരാൾ വാഴക്കൊല മേടിക്കുന്നു, ഒരാൾ പൈസ കൊടുക്കുന്നു, ഒരാൾ വാങ്ങുന്നു. അവിടെ ആരും ബഹളം ഉണ്ടാക്കുന്നില്ല. നീ വെളിയിൽ നിൽക്കുമ്പോൾ ബഹളമാണ്. അകത്ത് കയറിയാൽ നിനക്കും ഒരു സാധനം വാങ്ങിക്കൊണ്ടു പോകാം.
ഇന്ന് രാത്രി അകത്ത് കയറണം. നീ അകത്ത് കയറുമ്പോഴേ അറിയത്തുള്ളത് ബഹളമല്ല. അവിടെ പലരും പലതും വാങ്ങുക. അവിടെ പലരും പലതും വാങ്ങുക. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എന്താ പറഞ്ഞു പ്രസംഗിച്ചു വരുന്നറിയുമോ? നിങ്ങളുടെ മേലും എൻ്റെ മേലും വ്യാപരിക്കുന്നത് ഒറിജിനൽ അഭിഷേകമായിരിക്കണം. അത് നാട് തിരിച്ചറിയണം, അത് ശത്രു തിരിച്ചറിയണം, അത് ദേശം തിരിച്ചറിയണം. ആമേൻ. ഞാൻ ഇങ്ങനെ പറയും, എൻ്റെ വൈഫ് ഞാൻ സംസാരിക്കുമ്പം ഭർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുറിക്കകത്ത് വൈഫ് പോലും കയറരുത്, വൈഫ് പോലും കയറരുത്, ഭയപ്പെടണം. ബൈബിൾ വായിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണമെന്നാ? അകന്നിരിക്കുവാൻ, പ്രാർത്ഥനയ്ക്ക് മാത്രം അകന്നിരിക്കണം. ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും ഫോൺ വിളിച്ചാൽ ഒന്നാമതേനെ പ്രാർത്ഥിക്കാൻ അകത്തോട്ട് കയറുമ്പം ഈ മൊബൈലും എടുത്തുകൊണ്ട് കയറല്, അതൊക്കെ ഞാൻ പറയാം, വാക്തത്വം എടുത്തുകൊണ്ട് കയറണം. അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം അല്ലേ? സ്തോത്രം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ആമേൻ തീക്കകത്തോട്ട് കയറാൻ തുടങ്ങുക. ഉടനെ രാജാവ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ഒരു സമ്പ്രദായമുണ്ട്. രാജാവ് പറയണം, അതെന്താ? ഈ ഗ്രഹബിംബത്തെ നമസ്കരിക്കാത്തവരെ ഞങ്ങൾ തീയിൽ, അത് ഞങ്ങളുടെ സമ്പ്രദായമാണ്. രാജാവ് പറഞ്ഞു. ഇവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു സമ്പ്രദായമുണ്ട്, ഈ വൃത്തികെട്ട സാധനത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല, അത് ഞങ്ങളുടെ സമ്പ്രദായമാണ്. ഉടനെ അവർ പറഞ്ഞു, അങ്ങനെ നമസ്കരിക്കാത്തവരെ ഞങ്ങൾ തീയിലിടും, അത് ഞങ്ങളുടെ സമ്പ്രദായമാണ്. അപ്പോൾ ശദ്രക്ക് പറഞ്ഞു, തീക്കകത്ത് കിടന്ന് ചത്താലും നമസ്കരിക്കത്തില്ല, അത് ഞങ്ങളുടെ സമ്പ്രദായമാണ്. ആരെങ്കിലും ഒരാൾ യെശയ്യാവ് 43:2 എടുത്ത് വെച്ചു, യെശയ്യാവ് 43:2 വെച്ചു. ആമേൻ. അപ്പോൾ അവർ പറഞ്ഞു, തീക്കകത്തോട്ട് ഇടുവാന്ന് പറഞ്ഞു, തീക്കകത്തോട്ട് ഇടുക എന്ന് പറഞ്ഞു. സ്തോത്രം. ആമേൻ. നിൽക്കി വായിക്കാൻ പറ്റും, വായിക്കാൻ എടുത്ത് 43:2 യെശയ്യാവ് 43:2 യെശയ്യാവ് 43:2 മൈക്കെടുത്ത് കൊടുക്കുക. അല്ല, ഇത് തന്നെ മതി. ആമേൻ. പറഞ്ഞു, ഞങ്ങൾ ഏതായാലും തീക്കകത്തോട്ട് കയറുക. അപ്പൊ ശത്രുക്ക് മേശക അബേദ്നെഗോവും പറഞ്ഞു, ഏതായാലും തീക്കകത്തോട്ട് കയറുക. நான் உன்னோடு இருப்பேன். நீ ஆறுகளை கடக்கும்போது அவைகள் உன்மேல் புரளுவதில்லை. நீ அக்கினியில் நடக்கும்போது வேகாதிருப்பாய். அக்கினி ஜுவாலை. വാക്തത്വം കയ്യിലോട്ട് എടുത്ത് പിടിച്ചിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇത് അങ്ങ് എഴുതിയതാണോ? എന്നാ കർത്താവ് പറയോ, അതൊന്നും എടുക്കാതെ ഞാൻ തമാശന് എഴുതിയതാ എന്ന് യേശു പറയുമോ? അവൻ വാക്തത്വങ്ങളിൽ നീ തീക്കകത്തൂടെ കടക്കുമ്പോൾ. ആമേൻ. സ്തോത്രം. ഞങ്ങളുടെ സോജൻ ഭാഷക്ക് ഒരു മൈക്ക് കൊടുക്ക്. സോജൻ ഭാഷ ഒത്തിരി നേരമായിട്ട് എനിക്ക് മൈക്ക് തരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുക. ആമേൻ. അഗ്നി നിന്നെ ദഹിപ്പിക്കയില്ല, നദി നിന്നെ കവിയുകില്ല, അഗ്നി അതിൽ നാലാമെന്താൻ ആഴിമേൽ നടകൊണ്ടവർ, അഗ്നി നിന്നെ ദഹിപ്പിക്കയില്ല, നദി നിന്നെ കവിയുകില്ല. ആഴിമേൽ നടകൊണ്ടവർ, ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം, ഭക്തത്തിൽ എന്നും പുതുഗീതം, മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നും മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ, മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തെ സ്തുതിക്കൂ. എന്താ ഞാൻ പറഞ്ഞു വന്നതെന്നറിയാമോ? സ്തോത്രം. അഗ്നി നിന്നെ, ഇത് വാഗ്ദത്തമാണ്. ആമേൻ. ഇന്ന് രാത്രി എൻ്റെ ചോദ്യം, വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. സഭ കെട്ടാൻ സ്ഥലം വേണോ? സഭ കെട്ടാൻ സ്ഥലം വേണോ? സങ്കീർത്തനം 2:8 എടുത്ത് കയ്യിലോട്ട് വെക്കണം. സങ്കീർത്തനം 2:8 എടുത്ത് കയ്യിലോട്ട് വെക്കണം. എന്നോട് ചോദിച്ചു കൊള്ളുക, ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ. അതിനകത്ത് 10 സെന്റ് ഇല്ലേ? അതിനകത്ത് സഭ കെട്ടാൻ 10 സെന്റ് ഇല്ലേ?
നമ്മുടെ പ്രശ്നം എവിടാണെന്നറിയോ? അത് നമ്മൾ തിരിച്ചറിയണമെന്ന് രാത്രി. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ആമേൻ. ചിലരാണെങ്കിൽ ഇട്ട് ചോദിക്കത്തുമില്ല, ചിലർക്കാണ് ഇത് ചോദിക്കാനുള്ള അഭിഷേകവും. കാരണം ഞാൻ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞു, ഇത് വാഗ്ദത്തത്തിൻ്റെ അഭിഷേകമാണ്. ഇനി വേറൊന്നുകൂടെ, ഇത് പുത്രത്വത്തിൻ്റെ അഭിഷേകമാണ്. ഇതെന്തിൻ്റെ അഭിഷേകമാണ്? അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരപ്പനോട് മകൻ ചോദിക്കുന്ന പോലെ നിന്റെ ആവശ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അഭിഷേകമാ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും അഭിഷേകമല്ല. സ്വർഗത്തിലെ ഡാഡിയോട്, സ്വർഗത്തിലെ അപ്പനോട്, എൻ്റെ അപ്പന് ഈയിടെ ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത് സ്വർഗത്തിലെ അപ്പനെ കുറിച്ച് പറഞ്ഞതാ. ഹല്ലേലൂയ. ആമേൻ. அப்பாவை உங்களுக்கு பிடிக்குமா அம்மாவை பிடிக்குமா? சொல்லுங்க. அப்பாவை பிடிக்குமா அம்மாவை பிடிக்குமா? அப்பா பிடிக்கும். உங்கள் அம்மா வந்திருக்கா? இல்லைல்ல, நான் சொல்லுவேன், சொல்லிக் கொடுப்பேன். நான் சொல்லிக் கொடுப்பேன். எனக்கு தெரியும் நீங்கள் சொல்ல மாட்டீங்கன்னு. அங்கே 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 பூட்டியாச்சுல்ல. അമ്മയാണ് ഇഷ്ടം, അപ്പനാണ് ഇഷ്ടം? അപ്പനെ. கருவில் உன்னை சுமந்தது பார்த்தா உம்மை அம்மான்னு கூப்பிடணும். தோழில் உன்னை சுமந்தது பார்த்தா உம்மை அப்பான்னு கூப்பிடணும். என்னை ஆற்றுவதும் தேற்றுவதும் பார்த்தா உம்மை அப்பான்னு கூப்பிடணும். கொஞ்சுவதும் கெஞ்சுவதும் பார்த்து உம்மை அம்மான்னு கூப்பிடணும். அம்மான்னு கூப்பிடத்தான் ஆசை, உம்மை அப்பான்னு கூப்பிடணும். அப்பான்னு கூப்பிடத்தான் ஆசை, உம்மை அம்மான்னு கூப்பிடணும். அம்மா ஆறு? உன்னை மடியில படுக்க வச்சு ஆகாயத்தை உனக்கு காட்டி கொடுத்தது அம்மா. யாரு? அம்மா. உன்னை கையில பிடிச்சி உலகத்தை காட்டி கொடுத்தது அப்பா. அம்மா உன்னுடைய ஆகாசம், அப்பா உன்னுடைய 2 சிறகு. அல்லேலூயா. அம்மா உன் வயர் அறியும், அப்பா உன் மனசறியும். அம்மா நீ வாழுகிற காலம் அறியும், அப்பா நீ வாழ போற காலம் அறியும். ஓ, அதனால நான் சொல்லுவேன், அம்மான்னு கூப்பிடவா உம்மை அப்பான்னு கூப்பிடவா? அம்மான்னு கூப்பிடத்தான் ஆசை, உம்மை அப்பான்னு கூப்பிடவா? வேலைக்கு இன்டர்வியூக்கு போயிட்டு வந்த மகன் கிட்ட அம்மா கேட்டுச்சு, காலையில் போனல்லடா நீ காஞ்சிரப்பள்ளிக்கு, 6 மணி ஏதாவது சாப்பிட்டியா? நான் சொன்ன சாப்பிடல. பார்த்தியாங்க அவன் முகம் பாருங்க, ஒன்றும் சாப்பிடாம இருக்கா பாருங்க, முகம் எப்படி இருக்குன்னு பாருங்க. எப்படா இன்டர்வியூ நடந்தது? 10 மணிக்கு. 11 மணிக்கு முடிச்சிச்சா? இல்லம்மா 12 மணிக்கு. மத்தியானம் சாப்பிட்டு இருக்கலாம்ல? அப்பதான் ஓடி வந்து பஸ் பிடிச்சம்மா, ஏன் ஒரு ஜூஸ் ஆகுது, ஒரு தோசை வாங்கி சாப்பிட்டு இருக்கலாம்ல? அம்மா அப்படியே அழுகுது, கண்ணீர் வடியுது அம்மாவுக்கு. என்ன காரியம்? தோசை சாப்பிடலையா? முடிஞ்ச பிறகு அப்பா கேட்டுச்சு, முடிஞ்சாச்சா அப்படின்னு அம்மாட்டு கேட்டுச்சு. சொல்லி கேட்டு முடிஞ்சாச்சா, உள்ள போ. அப்படி வந்து தோளில் கை போட்டாரு மகங்க. கேட்டுச்சு, வேலை கிடைக்குமாடா? தோசை நாளைக்கு சாப்பிடலாம், இவனுடைய எதிர்காலம் என்ன ஆகும் தான் அப்பா அவனுடைய ஆசை. அவன் நான் கேட்குறேன், அவன் அப்பான்னு எப்படி கூப்பிடணும்? நான் சொல்லுவேன்,
என்னுடைய புஸ்தகத்தில் இருக்கிறவரை நான் அப்பான்னு தான் கூப்பிடுவேன். அவர் என்னுடைய அம்மாவும் என்னுடைய அப்பாவும். கரங்களை தட்டி கர்த்தர் நாமத்தை ஆமென் குதூகலமாக குதூகலமாக குதூகலமாக. அல்லேலூயா. எத்தனை பேர் சந்தோஷமா இருக்கிறீங்க? எத்தனை பேர் சந்தோஷமா இருக்கிறீங்க? எத்தனை பேர் சந்தோஷமா இருக்கிறீங்க? ஆமென். அநேக காரியங்கள் இன்னும் சொல்ல வேண்டியது இருக்கு. ஆனா ரொம்ப பிரதானமான காரியம். ஆனா இந்த சிந்தை, இப்ப நான் சொல்ல போற சிந்தை எனக்கு கிடைச்சது. ஐயா ஒரு நாளைக்கு என் வீட்டில் வந்து உபவாசத்துக்கு பிரசங்கம் பண்ணீங்க. ஒரு நாளைக்கு 2 தடவை வந்திருக்கீங்க. அதில் ஒரு தடவை வரும்போது நீங்க ஒரு பிரசங்கம் பண்ணினீங்க எசேக்கியேல் 47 குறித்து. அப்படி ஒரு மெசேஜ் இருக்குல்ல உங்களுக்கு. அந்த மெசேஜை நான் கேட்டு அதில் இருந்து ஜெபம் பண்ணும்போது எனக்கு ஒரு மெசேஜ் கிடைச்சி. அதில் இருக்கிற ஒரு வெளிப்பாடு சொல்ல போகிறேன். அபிஷேகம் உங்கள் மேல் வந்தா. என்னுடைய மெசேஜ் பரிசுத்தாவி உங்கள் மீது வரும்பொழுது. எசேக்கியேல் 47 நதியிட வெளியில் இருக்கிற எசேக்கியேல் புரோகிதன். நதிக்கு வெளியே இருக்கிற எசேக்கியேல் ஆசாரியார், പുരോഹിതൻ. ആമേൻ. എന്നാൽ ആവി പരിശുദ്ധാത്മാവിൻ്റെ നദിക്കകത്തിറങ്ങിയ എസേക്കിയേൽ പ്രവാചകൻ. ഞാൻ ചോദിക്കുന്നു, പുരോഹിതനും പ്രവാചകനും നമ്മൾ വ്യത്യാസം. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ പറയുന്നത് ദൈവത്തോട് പറയുന്നവനാണ് പുരോഹിതൻ. എന്നാൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത് മനുഷ്യരോട് പറയുന്നവനാണ് പ്രവാചകൻ. ഞാൻ കേൾക്കുന്നു, നിനക്ക് പുരോഹിതനാകണോ പ്രവാചകനാകണോ? അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൻ്റെ നദിയിൽ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. നമ്മൾ ആത്മാവിൻ്റെ നദിയിൽ ഇറങ്ങാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഞാനുമുണ്ട് ആത്മാവിൻ്റെ നദിക്കകത്തിറങ്ങാൻ, ഞാനുമുണ്ടെന്നുള്ളവർ ആ വലതുകരം ഉയർത്തിപ്പിടിച്ച് താഴ്ക്കരുത്, കൈതാക്കരുത്. അടുത്തിരിക്കുന്ന ആൾ കൈ പൊക്കിയിട്ടില്ലെങ്കിൽ ഈ ഷോൾഡർ കൊണ്ടൊന്ന് തട്ടിയെ ചോദിക്ക്, നദിയിൽ ഇറങ്ങുന്നില്ലെന്ന് ചോദിച്ചാലേ. ഒന്ന് തട്ടിയിട്ട് ചോദിക്കുക, നദിയിൽ ഇറങ്ങുന്നില്ലെന്ന് ചോദിച്ചാലേ. ഹല്ലേലൂയ. കൈ താത്തിട്ടാട്ടെ. നമ്മളെല്ലാവരും എവിടെ ഇറങ്ങാൻ പോവാ? നദിയിൽ ഇറങ്ങാൻ പോവാ. നദിയിലിറങ്ങി, ആത്മാവിൻ്റെ നദിക്കകത്ത് ഇറങ്ങി. ആമേൻ. 1000 മുഴം അളന്നു. ഇപ്പോൾ നമ്മൾ നദിയിലാണ്. ഇതൊരു സഭയാണ്. ഈ 1000 മുഴം അളന്നത് അങ്ങനൊരു സഭയുണ്ട്. ഇപ്പോൾ എവിടെ വരെ വെള്ളമുള്ളു? കണങ്കാല് വരെ. ബാക്കി മുഴുവൻ വെള്ളത്തിന് പുറത്ത് നിൽക്കുക. ചരണം കൊണ്ട് വരുന്നവൻ എന്നെ അളന്നു കൊല്ലും. കാരണം എത്രേ വെള്ളത്തിലുള്ളൂ? കണങ്കാൽ വരെ വെള്ളത്തിലുള്ളൂ. ബാക്കി മുഴുവൻ വെള്ളത്തിൻ്റെ പുറത്തായതുകൊണ്ട് അളക്കുന്നവന് സുഖമാണ്. അവന് തിരിച്ചും മറിച്ചും വട്ടമൊക്കെ അളക്കാം. കാരണം വെള്ളത്തിന് മുകളിൽ നിൽക്കുമല്ലേ മൊത്തം. അതാണ് നിന്നെ ഇട്ട് അളക്കുന്നത്. നിൻ്റെ ചുരിദാറ്, അതിൻ്റെ വെട്ട്, അതിൻ്റെ കഴുത്ത്, മീശ, ബുൾഗാൻ, മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഷർട്ട്, അതിൻ്റെ കളറ്, ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ്, ബെൽറ്റ്, ജീൻസ്, ഉരച്ചത്, ഉരയ്ക്കാത്തത്, മനസ്സിലായ? ഇതെല്ലാം അളക്കാൻ കാരണം നീ എവിടെ നിൽക്കുക? കണങ്കാലിൽ നിൽക്കുക. മനസ്സിലാകുന്നുണ്ടോ? ആകെ കൂടി ഈ കാലിളക്കുമ്പോൾ കുളുകുളാന്നൊരു ശബ്ദമല്ലാതെ വേറൊന്നും. അതുകൊണ്ടല്ലോ പുള്ളി ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ കളുകുളാന്ന് ഒരു ശബ്ദമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. കണങ്കാല് വരെ എന്തുള്ളൂ? വെള്ളമുള്ളൂ. നീ എന്നാ ചെയ്യണം? ഈ അളക്കുന്നവനായിട്ട് വഴക്കുണ്ടാക്കരുത്. ഏണ്ടാ അളക്കറേ, ഏണ്ടാ ഏൻ കിട്ട വന്നിരിക്കറേ എന്നൊന്നും അവനോട് ചോദിച്ച് ബഹളം ഉണ്ടാക്കാതെ നീ നദിക്കകത്തേക്ക് ഇറങ്ങും. മുട്ടോളം വെള്ളമായാൽ അളക്കുന്നവൻ ചരട് മടക്കാൻ തുടങ്ങും. കാരണം വെള്ളത്തിനകത്ത് അളക്കാൻ പറ്റുകയില്ല, വെള്ളത്തിന് പുറത്ത്. ആമേൻ. ഇവ അളക്കണമെങ്കിൽ വെള്ളത്തിന് പുറത്ത് ഐറ്റം വേണമല്ലോ. നമ്മൾ വെള്ളത്തിനകത്ത് നിൽക്കുകയല്ലേ. അപ്പോൾ പകുതി ചരട് മടക്കി, മനസ്സിലായോ? അപ്പോൾ ഇനി രണ്ടാമത്തെ ഗുണം എന്ന് വെച്ചാൽ ഇനി ഇവൻ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി പോകത്തുമില്ല. ഇത്ര ആയവനെ വിശ്വസിക്കാം. പക്ഷേ സഭയിൽ മുട്ടുവരെയെങ്കിലും ഉള്ളവനെ വിശ്വസിക്കാം. അവൻ ഇനി ഇറങ്ങി പോകത്തില്ല. അവൻ പോയാൽ ആ പഞ്ചായത്ത് അറിയും. കാരണം ഇത്തരത്തിൽ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഒരു ഭയങ്കര ബഹളമായിരിക്കും, മനസ്സിലായോ? വെള്ളത്തിൽ മുട്ട എന്ന് ഇറങ്ങിപ്പോയാൽ അവൻ പോകത്തില്ല. അങ്ങനെയുള്ളവനെ വിശ്വസിക്കാം. അവൻ സ്വോത്രകാഴ്ച ദശാംശം തന്നില്ലെങ്കിൽ അവൻ സഭയിൽ നിൽക്കട്ടെ. അവൻ നിൽക്കട്ടെ. അവൻ നമുക്ക് വേണം. അവനെ ഏറ്റവും കുറഞ്ഞ പോസ്റ്ററെങ്കിലും ഒട്ടിക്കാം, പശയെങ്കിലും തേപ്പിക്കാം. അവൻ നിൽക്കട്ടെ. ഈ ദൈവം ചിലരെ
അത് ഭയങ്കര. ഇന്നലെ രാത്രി ഇവിടെ ലഗ്യോൻ എടുത്ത പാസ്റ്റർ വിഷയം. ഈ ഒരുത്തൻ്റെ ദേഹത്ത് ലഗ്യോൻ എന്ന് പറഞ്ഞ ഭൂതം ഉണ്ടായിരുന്നു. എത്ര ഭൂതം? 6000 ഭൂതം. അത് 2000 പന്നിയെ കയറി. എത്ര പന്നിയെ കയറി? അപ്പോൾ ഒരു പന്നിക്ക് എത്ര ഭൂതം? 6000 ഭൂതം 2000 പന്നി കയറി. ഒരു പന്നിക്ക് എത്ര? 3 ഭൂതം. ആ പന്നി ആത്മഹത്യ ചെയ്തു. ആ പന്നി എന്നാ ഇത്? അപ്പോൾ ആത്മഹത്യ ചെയ്തവൻ എന്തുവാ? ഭൂതമുണ്ട് അല്ല, 3 ഭൂതമുള്ളതാണ്. നാട്ടിൽ ആത്മഹത്യ ചെയ്താൽ അവൻ എത്ര ഭൂതമുണ്ട്? 3 ഭൂതം ഉറപ്പ്. എൻ്റെ ചോദ്യം, 3 ഭൂതം കയറിയ പന്നി ആത്മഹത്യ ചെയ്തു, പക്ഷേ ഇതേ ഭൂതം 6000 ഉണ്ടായിട്ട് അവൻ ആത്മഹത്യ ചെയ്തില്ല. അതാണ് നമ്മുടെ വിഷയം. കാരണം ഈ ഭൂതത്തിൻ്റെ ടെൻഡൻസി എന്തുവാ? ആത്മഹത്യ. 3 കയറിയപ്പോഴേ പന്നി ചാടി. പക്ഷെ അതേ ഭൂതം 6000 അവൻ്റെ ദേഹത്ത് ഉണ്ടായിരുന്നാലും അവൻ മുറിവൊക്കെ ഏൽപ്പിച്ച് തുണിയൊന്നും ഉടുക്കാതെ കല്ലറയിലൊക്കെ കിടന്ന് അവൻ വാഗമണ്ണി തന്നെ ഉണ്ടായിരുന്നു. ഇവ എന്തുകൊണ്ട് ആത്മഹത്യയിലും ചോദിച്ചാൽ നമ്മുടെ അടുത്ത കൺവെൻഷന് അവനാണ് പോസ്റ്റർ ഒട്ടിക്കേണ്ടത്. കൃപയുള്ളവർ ദൈവത്തെ സൂചിച്ചാട്ടെ. അത് ലഗ്യോൻ്റെ ഒരു വിഷയം. ഹല്ലേലൂയ. നമ്മുടെ വിഷയം ഇവൻ വേണം. ഇവൻ മുട്ട് വരെ വിളയാൻ നിൽക്കുക. അടുത്ത് ഈ പുറകിൽ നിൽക്കുന്നവരോട് ചോദിക്കരുത്. വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി. എവിടെ വരെ? അരയോളം. ഇപ്പം അവൻ്റെ ചരടിന് വലിയ ചിലവില്ല. ഇവൻ അളക്കലൊക്കെ നിർത്തി. അവനോട് ചോദിച്ചാൽ അളക്കുന്നില്ലേടേ? എന്തോ അളക്കാൻ? മൊത്തം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന എന്താ അളക്കാൻ? നീ അഭിഷേകത്തിലാണെങ്കിൽ അളക്കാൻ വരുന്നവൻ പോവാ. കൃപയുള്ള എത്ര പേരുണ്ട്? നിന്നെ അളക്കാൻ, ആമേൻ, പുറകിന് വരുന്നവനെ തോൽപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അഭിഷേകത്തിൻ്റെ നദിയിലേക്ക് ഇറങ്ങുക. തിരിച്ചു പറയരുത്, പ്രതികരിക്കരുത്. ഏത് ട്രോള് വിട്ടോട്ടെ, വിട്ടോട്ടെ, നീ ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് ഇറങ്ങിയാൽ അളക്കാൻ വരുന്നവൻ അവൻ. പുസ്തകം വായിക്ക്. അവൻ വീണ്ടും മുമ്പോട്ട് പോയി. ഇപ്പം എവിടം വരെ വെള്ളം? കഴുത്ത് വെള്ളം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചരട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ചരടുണ്ടോ? ഇല്ല. കാരണം അവനോട് ചോദിക്കുക, എന്തടേ എന്തിന് ചരട്? കംപ്ലീറ്റ് വെള്ളത്തിലാണ് അവൻ. നീ ഫുൾ അഭിഷേകത്തിലാണെങ്കിൽ ഒരു ശക്തിക്കും നിനക്കെതിരെ മിണ്ടാൻ പറ്റില്ല. ഇന്ന് രാത്രി ഈ ദൂതിൻ്റെ ആഴം തിരിച്ചറിയുന്നവർ, ഇതിൻ്റെ ആഴം തിരിച്ചറിയുന്നവർ, വചനത്തിൻ്റെ ആഴം തിരിച്ചറിയുന്നവർ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ആത്മശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവില് ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരത്തിൽ നിറയട്ടെ. ആമേൻ. ഇന്ന് രാത്രി ദൈവകൃപയുടെ വ്യാപാരം ഈ ഗ്രൗണ്ട് മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ സ്തുതിക്കുകയാണ്. ആത്മമണ്ഡലം ഇന്ന് രാത്രികാലം അത് ശക്തമായി വെളിപ്പെട്ട് വരുന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ഞാൻ ഇന്ന് രാത്രിയിൽ ഇനി പ്രസംഗിക്കല്ല, ഇനി അല്പസമയം നമ്മൾ ആരാധിക്കാനും ശുശ്രൂഷിക്കാനും പോവാണ്. ആമേൻ. പ്രാർത്ഥിക്കാൻ പോവാണ്. ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് രാത്രി ഇവിടെ രോഗികൾ സൗഖ്യമാകാൻ പോവാം. അത്ഭുത വിടുതൽ നടക്കാൻ പോവുകയാണ്. വിദ്യാഭ്യാസ മണ്ഡലങ്ങൾ തുറക്കാൻ പോവാം. വാഗമണ്ണിൽ ഇതിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുന്നു, നിങ്ങൾ പഠിച്ച് ഉന്നത യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ പോവാം. നിങ്ങളുടെ പേരിൻ്റെ വലത്തുഭാഗത്ത് ഡെസിഗ്നേഷൻസ് വരാൻ പോകുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ കൂലിപ്പണിക്കാരായിരിക്കും. ശരിയാ. ഈ പ്രസംഗിക്കുന്ന പാസ്റ്ററുകളുടെ അമ്മ കൊളുന്തുന്നുള്ളുന്ന അമ്മയായിരുന്നു. ഒരു കൊളുന്തുന്നുള്ളി അമ്മയുടെ മകനാണ് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന കെ എബ്രഹാം. ആമേൻ. കൂലിപ്പണി ചെയ്യുന്ന അമ്മമാരോട് പറയുന്നു, നിങ്ങളുടെ മക്കൾ ദേശത്ത് ശക്തമായി എഴുന്നേൽക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ തലമുറയെ മാനിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വെളിപ്പെട്ട് വരുന്നത് വിശ്വസിക്കുന്നവർ. ആമേൻ, ആമേൻ. ഒരു നിമിഷം ഞാൻ ദയവായിട്ടൊരു കാര്യം പറയാം.
എഴുന്നേൽക്കുന്നത് ഈ ഗ്രൗണ്ട് വിട്ട് പോകാനല്ല. പക്ഷെ എന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് ആരും നിങ്ങൾ തടയത്തൊന്നുമില്ല. പക്ഷേ പ്രാർത്ഥിച്ചിട്ടേ പോകാവുള്ളൂ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. വാളണ്ടിയേഴ്സ് ഉണ്ടോ? നമുക്കിവിടെ വാളണ്ടിയേഴ്സ് ഉണ്ടോ? വാളണ്ടിയേഴ്സ് ഇല്ലെങ്കിൽ ചർച്ചിലെ ഒരു 5 സഹോദരന്മാരും 5 സഹോദരിമാരും, പ്രധാനപ്പെട്ട 5 സഹോദരന്മാരും 5 സഹോദരിമാരും ഫ്രണ്ടിൽ വരണം. ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റണം. കുഞ്ഞുങ്ങളെല്ലാം ഒരു സൈഡിലേക്ക്. കുറച്ച് മുതിർന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീരെ കുഞ്ഞുങ്ങൾ, പൊടി കുഞ്ഞുങ്ങൾ. കാരണം ഇതിനിടയ്ക്ക് ഈ ക്യാമറയുടെ സ്റ്റാൻഡൊക്കെ എടുത്ത് മാറ്റിക്കേ മോനെ. സെൻട്രൽ ക്യാമറ മാറ്റണം. സ്തോത്രം. സെൻട്രൽ ക്യാമറ മാറ്റണം. ഇനിയുള്ള ശുശ്രൂഷ ഓൺലൈനിൽ കൊടുക്കണ്ട. ഇനിയുള്ള ശുശ്രൂഷകൾ ഓൺലൈനിൽ വേണ്ട. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കാൻ പോവാം. ഈ സമയത്ത് പുറകിൽ നിൽക്കുന്ന ബ്രദേഴ്സ്, ആമേൻ, കർത്താവ് ഇന്ന് രാത്രി ചില ദൂത് പറയുന്നു. സാമ്പത്തികമായി